ഗുഡ് മോർണിംഗ് എവരിബഡി. ഇത് നമ്മുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളിപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് സബ്ജക്റ്റ് അക്കാഡമി. ഞാൻ ഇതിൻ്റെ അകത്ത് തുടങ്ങുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്കൊത്തിരി പരിമിതികളുണ്ട്. ചിലയിടത്തൊക്കെ നെറ്റ്വർക്ക് പ്രശ്നങ്ങളുണ്ട്, പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വളരെ ഇടയ്ക്ക് വേറൊരു പണിക്കും പോകാതെ ശ്രദ്ധിച്ചത് കേൾക്കണം. അപ്പം ഓൾറെഡി ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുന്നത്. എൻ്റെ പേര് വിജേഷ് കുമാർ എന്നാണ്. ഞാൻ 2016 ബാച്ചിലെ സെലക്ട് ചെയ്തപ്പെട്ട ഒരാളാണ്. എൻ്റെ സർവീസ് എന്ന് പറയുന്നത് IRS ആണ്, ഇന്ത്യൻ റവന്യൂ സർവീസ്. ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്നെങ്കിൽ ഞാൻ ഈ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ സെഷൻ കഴിയുമ്പോൾ 2 തരത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള വഴിയുണ്ടോ. ഒന്ന്, ഇത് ഇത്രയും ബുദ്ധിമുട്ടാണോ എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ നിങ്ങൾക്കും അല്ലെങ്കിൽ എന്നെക്കൊണ്ടും ഇത് കഴിയും എന്നുള്ളൊരവസ്ഥ. ഇതിൽ രണ്ടിലൊന്ന് നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന കുട്ടികളിൽ പലരും പുതിയതായിട്ട് വരുന്നവരുണ്ട്. സിവിൽ സർവീസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ 1-2 പ്രിലിമിനറി അപ്പിയർ ചെയ്തവരും കാണും. ഇപ്പോൾ തോന്നുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ. അപ്പം ഞാൻ ബേസിക്കലി ഇങ്ങനെ കണക്കാക്കുന്നത് എല്ലാം പുതിയ കുട്ടികളാണെന്നുള്ള രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിപ്പറേഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുട്ടികളെക്കുറിച്ച് ബേസ് ചെയ്താണ് എന്നൊക്കെ പറയുന്നത്. പ്രിപ്പറേഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ 3 സ്റ്റേജസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓൾറെഡി ഒരു ചെറിയ അറിവുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇതിൽ വരുന്നത്. എന്നാലും ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്, 3 സ്റ്റേജസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പ്രിലിമിനറി ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ വളരെ തുടക്കം ആയിട്ട് ഇങ്ങോട്ട് വരുന്ന കുട്ടികളെ കുറിച്ച് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ കുറിച്ച് പറയുമ്പോൾ വളരെ എനിക്ക് ശ്രദ്ധിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടത്. ഇതിൽ വേറൊന്നുമില്ല. നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ അടിസ്ഥാനപരമായ കുറച്ച് പുസ്തകങ്ങളുണ്ട്. ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല. നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു വന്നവരാണ്. അപ്പോൾ അടിസ്ഥാനപരമായ കുറച്ച് ബേസിക് പുസ്തകങ്ങളുണ്ട്. അത് നിങ്ങളിൽ പലർക്കും ഓൾറെഡി അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് സിവിൽ സർവീസിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഡിഗ്രി എബവ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ താഴെ. പണ്ടൊക്കെ നമുക്കൊരു കോഴ്സ് ഉണ്ടായിരുന്നു കോളേജുകളിൽ, BA ഓണേഴ്സ് എന്നൊക്കെ പറയുന്നത്. ആ സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസാണ്. ഇതൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി, പ്രിലിമിനറി ആയാലും മെയിൻസ് ആയാലും ഇൻ്റർവ്യൂ ആയാലും ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് NCERT ബുക്സാണ്. എല്ലാവരും ചെയ്ത പോലെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ, അതുപോലെ മറ്റുള്ള ടോപ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇതുവരെ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തവരുടെ ഇൻ്റർവ്യൂ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ അതിന് വ്യത്യാസമായിട്ടൊന്നും നമുക്കൊന്നുമില്ല. നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് NCERT ബേസിക് സിലബസ് വെച്ചാണ് നമ്മളിതിലേക്ക് കടക്കുന്നത്. അതാണ് ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ഏറ്റവും ബേസിക്കായിട്ട് തുടങ്ങേണ്ടത് NCERT ബുക്സുകൾ തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തോടെ നമുക്ക് വേറെ ആര് പറഞ്ഞു തന്നാലും വേറെ രീതികളൊന്നുമില്ല. ഇനി രണ്ടാമത്തെ കാര്യങ്ങൾ, സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമ്മൾ സ്ട്രാറ്റജി എന്നൊരു കടുത്ത വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോ സ്റ്റേജുകളിൽ എങ്ങനെ പോകണം, ഇൻ്റർവ്യൂവിന് എങ്ങനെ പോകണം, അതൊന്നും നമ്മളായിട്ടില്ല. നമ്മളെല്ലാം തുടക്കക്കാരാണ്. അതുകൊണ്ട് തൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ NCERT വായിക്കുക, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വായിച്ച് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത് എനിക്ക് പറയാനുള്ള ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, ചില മിത്തുകളുണ്ട്. സിവിൽ സർവീസിനെ കുറിച്ച് ചില നിങ്ങൾ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള അറിവുകളിൽ ചില മിത്തുകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ കടന്നുകൂടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറയുകയാണ്. ആ തെറ്റിദ്ധാരണയിൽ ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾ സിവിൽ സർവീസ് ക്ലിയർ ചെയ്ത ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് വായിക്കുമ്പോൾ, അയാളുടെ ഇൻ്റർവ്യൂ വായിക്കുമ്പോൾ
അയാൾ നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യുകയല്ല, മറിച്ച് അയാൾ നിങ്ങളോട് പറയുന്ന അയാൾക്ക് സക്സസ് ആയ രീതികളെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപക്ഷെ അത് അയാളുടെ യുണീക്കായിട്ടുള്ള ചില രീതികളായിരിക്കാം, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ഒരു ഇച്ചിരി എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുകൊണ്ട് അയാൾ തിരഞ്ഞെടുത്ത വഴികളായിരിക്കാം. പക്ഷേ അതിൻ്റെ അകത്ത് നിന്നൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ടത് വരുമ്പോഴത്തേന് നമുക്ക് ബ്ലൈൻഡായിട്ട് അത് ഫോളോ ചെയ്യാനുള്ള ഒരു തരം ആഗ്രഹം തോന്നും. ബ്ലൈൻഡായിട്ട് നമുക്കിങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബേസിക്കായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാനുള്ള എല്ലാവർക്കും കോമൺ ആണ്. പക്ഷെ പഠന രീതികൾ, നിങ്ങൾ എങ്ങനെ ഇതുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളത് ഒരു IAS ടോപ്പറിൻ്റെ അതേ രീതി നിങ്ങൾ ഫോളോ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ എത്തത്തില്ല. അത് നിങ്ങൾ യുണീക്കായിട്ട് കണ്ടെത്തേണ്ട ഒരു വഴികളാണ്. അതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ടോപ്പേഴ്സിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ പഠിക്കുന്നു. ഇപ്പോൾ പറയുന്നത് ഇന്ന റാങ്കുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു, അല്ല അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ ഉള്ളത്. ഇതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ആ പ്രസക്തി ഇല്ലെന്ന് പറയാൻ കാരണം നിങ്ങൾ ഈ ടോപ്പേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്തവരെ കുറിച്ചോ പറഞ്ഞ് രണ്ട് തരം ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ചില ടോപ്പേഴ്സൊക്കെ അവരുടെ ബയോഡേറ്റ നമ്മൾ പറയുമ്പോൾ റാങ്കുകളുടെ ഒരു പരമ്പരകളായിരുന്നു. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത് ഓക്കെ ഇത്രയൊക്കെ വേണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാലേ എനിക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു ധാരണ. വേറെ കുറച്ച് പേരുണ്ട് ഒരു ഇൻ്റർവ്യൂവിലും അവരുടെ അക്കാഡമിക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പറയാത്തവർ. അത് പറയാത്തതെന്ന് വെച്ചാൽ സിമ്പിളാണ്, അവർക്ക് മുമ്പ് പറഞ്ഞ ആദ്യത്തെ കാറ്റഗറിയിലോട്ട് പറയാനൊന്നുമില്ല. മെജോറിറ്റി അങ്ങനെയുള്ളവരാണ് സിവിൽ സർവീസിലേക്ക് വരുന്നത്. അപൂർവമായിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 10 പേര് എടുത്തു കഴിഞ്ഞാൽ 2-3 പേരൊക്കെ ഇങ്ങനെ ടോപ്പേഴ്സൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സാധാരണ സ്കൂളുകളിൽ പഠിച്ച സാധാരണ രീതിയിലുള്ള മാർക്ക് മേടിച്ചിട്ട് വരുന്നവരാണ് കൂടുതൽ. സിവിൽ സർവീസിൻ്റെ ഒരു ക്രൈറ്റീരിയയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് വളരെ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്നാണ് കൂടുതൽ സെലക്ഷനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരെന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ പഠന രീതികൾ എന്നൊക്കെ സാധാരണ പഠന രീതികളാണ്. കോളേജ് കാലത്തും സ്കൂൾ കാലത്തും രാഷ്ട്രീയം കളിച്ചു അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ട്. വലിയ പഠിപ്പിസ്റ്റുകളൊന്നുമല്ല, ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും, ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത് ഒരു രണ്ടാമത്തെ ഒരു നിങ്ങൾക്ക് വരുന്നൊരു തെറ്റിദ്ധാരണയാണ്. അതായത് എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ പത്രത്തിലൂടെ കാണുന്ന അല്ലെങ്കിൽ ന്യൂസിലൂടെ കാണുന്ന ടോപ്പേഴ്സിൻ്റെ കഥകളുണ്ട്. ചിലർക്കൊക്കെ വളരെ എന്താ പറയുന്ന ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുന്ന ഒരു റിച്ചായിട്ടുള്ള പ്രവർത്തന മേഖലയുണ്ട്. ഡോക്ടേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്, പലതരം നിങ്ങൾ പലതരം ആൾക്കാരെ കാണാം. പക്ഷേ അവരെയൊന്നും കണ്ടിട്ട് നമുക്കൊരിക്കലും അഡ്മിറേഷൻ അല്ലെങ്കിൽ നമുക്ക് അവരോടൊരു എന്താ പറയുക ആരാധനയൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അയാളെ നമ്മളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒരു അമാനുഷികത്വം കൊടുക്കുന്നു. അതൊരിക്കലും നമുക്ക് ശരിയാകത്തില്ല. കാര്യം നമ്മളെ ഈ സർവീസുകാരെ അല്ലെങ്കിൽ സിവിൽ സർവീസുകാരെ ഒരു എന്താ പറയുക ഇവാലുവേറ്റ് ചെയ്യുന്ന നമ്മുടെ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് അവരെ റെസ്പെക്റ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് തോന്നാം. അവരുടെ നല്ല കാര്യങ്ങൾ എടുക്കും, അവരെടുത്ത എല്ലാ മാർഗങ്ങളും നമ്മൾക്ക് ചേർന്നൊന്നുമില്ല. അപ്പോൾ ഇത് ചില മിത്തുകളാണ്. നമുക്ക് പറ്റത്തില്ല എന്ന് നമ്മൾ കരുതുന്നിടത്ത് പറ്റുമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കാരണം സാധാരണ മിഡിൽ ക്ലാസ് ആണെങ്കിലും ആർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. ഇനി ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ആർക്കും പറ്റുന്നൊരു സംഭവമായിട്ട് എന്തുകൊണ്ട് നമുക്കിത് ബുദ്ധിമുട്ട് നേരിടും? സിവിൽ സർവീസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുന്നത് ഇൻ്റലിജൻസ് വേണ്ട ഒരു സംഭവമാണ്. വളരെ ബുദ്ധി വേണ്ട അല്ലെങ്കിൽ വളരെ ഇൻ്റലിജൻ്റായ ഫോട്ടോ കോപ്പി മെമ്മറിയുള്ള അങ്ങനെ ഒരു രീതികളൊന്നും ഇതിൻ്റെ അകത്തില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഈ തെറ്റിദ്ധാരണ ഉണ്ടായതിന് വേറെ ഇതുണ്ട്. അപൂർവമായിട്ട് ഞങ്ങളിൽ സെലക്ട് ചെയ്ത ആൾക്കാരെ എനിക്ക് പേരെടുത്തൊന്നും പറയാൻ പറ്റില്ല, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോഴൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് പറയും ഞാൻ അതിൻ്റെ 20 ബുക്ക് വായിച്ചിട്ടുണ്ട്, 25 ബുക്ക് വായിച്ചിട്ടുണ്ട്. അത്രയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒരാൾ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്. കേരളത്തിലെ നമ്മളാരെയും പറയുന്നതല്ല, ഒരു വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓപ്ഷൻ എടുക്കുമ്പോൾ ഞാൻ ഹിസ്റ്ററിയുടെ 20-25 പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു സംഭവമൊന്നുമില്ല. അയാളത് വായിച്ചിട്ടുണ്ട്, അയാളുടെ കൗതുകമായിരിക്കും. വായിച്ചെന്നല്ല, അത്രയൊന്നും വായിക്കേണ്ട കാര്യങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേറെ നമ്മുടെ മുന്നിലോട്ട് ഇവർ വരുമ്പോൾ തന്നെ കാര്യങ്ങൾ കൊണ്ട് വരുമ്പോൾ അവർ ചിലപ്പം ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന ചിലരൊക്കെ ഇതിലേക്ക് ഇൻ്റർവ്യൂവിനും ഇത് ഇവിടെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു.
അപ്പോൾ ഞാൻ കൊടുത്ത മറുപടി ഇതാണ്. അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. നിങ്ങൾ മനസ്സിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകുന്ന, ആലോചിച്ചുകൊണ്ട് പോകുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയല്ല അവിടെ. അങ്ങനെ സംഭവം ഉണ്ടാകാറുണ്ട്. അഥവാ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസറൊന്നും ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസറൊന്നും ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ഇതിനെക്കുറിച്ച് എക്സാമിനെ കാണുന്ന രീതിയാണ്, ഇവരിൽ കൂടിയാണ് നിങ്ങൾ എക്സാമിനെ കാണുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അവർ ചോദിക്കുന്നത് പോട്ടെ, ഒരു എക്സാമിൽ ചോദിച്ചാൽ എന്നെ കൊണ്ട് എഴുതാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇങ്ങനൊന്നുമില്ല. ഇതൊക്കെ എന്താണ്, അങ്ങനെ ഒരു പെർഫെക്ഷനോടൊന്നും നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല ഈ എക്സാം ഇൻ്റർവ്യൂ. പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്, അവർ പെർഫെക്റ്റ് ചോദ്യം ചോദിക്കുന്നു, പെർഫെക്റ്റ് ആൻസർ നിങ്ങൾ എഴുതുന്നു. സംഭവിക്കുന്നില്ല. ഇൻ്റർവ്യൂവിന് ഒരു പെർഫെക്റ്റ് ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ആൻസർ എഴുതുന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല. ഇതൊക്കെ ആ സമയത്ത് എക്സാം ഹാളിൽ ഇരുന്ന് നിങ്ങൾ വാരി വലിച്ചെന്നെ എഴുതുക. പഴയ കാലത്ത് നിങ്ങൾ ഡിഗ്രി പരീക്ഷ എഴുതുന്നതൊക്കെ തന്നെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. പണ്ടൊരു കാലഘട്ടത്തിൽ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ തന്നെ മെയിൻ പരീക്ഷ, ഇത് സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, പ്രിലിമിനറി പാസ്സായി കഴിഞ്ഞ മെയിൻ പരീക്ഷയിൽ 3000 വാക്കുകളൊക്കെ എഴുതിയാൽ മതിയായിരുന്നു. ഇപ്പോഴൊക്കെ എന്താണ്, 4000-5000 വേർഡ്സാണ്. കാരണം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ. കുറേ കാലം മുമ്പ് 20 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയ 20 മാർക്കൊക്കെ കിട്ടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്ക് സ്റ്റൈൽ നോക്കാം, കണ്ടന്റ് നോക്കാം, ഇല്ലാന്ന് നോക്കാം, ഭയങ്കര. ഇന്നെന്ന് പറയുന്നത് നമുക്ക് ആ എക്സാം ഹാളിൽ പോയി ഇരുന്നിട്ട് നമുക്ക് അത്ര എണ്ണം കൊണ്ട് പെർഫെക്ഷൻ ആകാനുള്ള ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അത്ര ആൻസർ എഴുതാൻ പെർഫെക്ഷൻ ഉള്ളവരും ലാംഗ്വേജ് ഉള്ളവരും ഒന്നുമല്ല ഇത് ക്ലിയർ ചെയ്യുന്നത്. ബേസിക്കലി എന്താണ്, നല്ലതായിട്ട് പഠിക്കുക, അതിൽ കൂടുതൽ കാര്യങ്ങളില്ല. ആ സമയത്ത് നിങ്ങൾ അവിടെ പോയിരുന്ന് എങ്ങനെ ആ സമയത്തിനോട് റിയാക്ട് ചെയ്യും. പ്രീമിയറി ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നവരുണ്ട്. ചിലരത് അവർക്ക് എന്താ പറയുന്നത്, 1 എഴുതി 2 എഴുതി 3 എഴുതി അറ്റൻഡ് ചെയ്തിട്ട് അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ കാരണം എന്നാണ്, അവർക്ക് എക്സാം ഹാളിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എക്സാം എന്ന് വെച്ചാൽ ഇതൊന്നും, ഇതിൻ്റെ എല്ലാം നക്ഷൽ ഞാനിത് കോമൺ ആയിട്ട് പറയുന്നത്, ഇതിൽ നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന ആരെയും എനിക്കറിയില്ല. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളിൽ ചിലപ്പോൾ എന്താ പറയുന്നത്, പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കാം, IT പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കാം, ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കാം, പുതിയ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകുന്ന കുട്ടികളുണ്ടായിരിക്കാം. അങ്ങനെ ആസ്പിറേഷൻസുള്ള പല ആൾക്കാരുമുണ്ട്. അപ്പം നിങ്ങളുള്ള എല്ലാവർക്കും കോമൺ ആയിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളെ ആർക്കും ഈ എക്സാമിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല, പ്രൊവൈഡഡ് നിങ്ങൾ ഇതിൻ്റെ മിത്തുകളിൽ വിശ്വസിക്കരുത്. ഇതിൻ്റെ ഒരു ഗ്ലാമർ സൈഡ്, കാരണം ക്ലിയർ ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരത് ക്ലിയർ ചെയ്തുകൊണ്ട് അവർക്കെന്തും പറയാനുള്ള ഒരു എന്താ പറയുക, ഒരു താല്പര്യം തോന്നും. ഞാനത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ ഉള്ളത്. ഇപ്പം ഇങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെയൊന്നും കുറ്റം പറയില്ല, പക്ഷെ ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്നാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ചില തെറ്റിദ്ധാരണകൾ. നിങ്ങൾക്ക് പറ്റത്തില്ല, അങ്ങനെ തോന്നില്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അത് മാറ്ററില്ല. കാരണം നിങ്ങൾക്കറിയാം ഇതിനെന്താണ് വേണ്ടത്, ഒരു ഡിഗ്രി മതി. ഡിഗ്രിയിൽ മാർക്കൊന്നും ഇന്നും പറയുന്നില്ല, ജയിക്കണമെന്ന് മാത്രമേ പറയുള്ളൂ, അല്ലാതെ ഇന്നും മാർക്ക് പറയുന്നില്ല. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ അക്കാഡമിക് നേരത്തെ ഉള്ളതിന് യാതൊരു റെലവൻസുമില്ല. ഓക്കെ, നിങ്ങളിൽ ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടായിരിക്കാം, നിങ്ങൾക്കറിയാവുന്ന ഒരാൾ ഇതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടോ. ആ ആളുടെ നിങ്ങൾ പേഴ്സണലായിട്ട് ചിലപ്പോൾ അറിഞ്ഞില്ല കൂടെ ആയിരിക്കാം. അറിയുന്ന ആൾക്കാരെ ചിന്തിക്കുക, നിങ്ങൾ അവൻ സ്കൂൾ കാലത്ത് പഠിക്കുന്നതല്ല, അവന് ഇതൊക്കെ കഴിയുമോ എന്നുള്ള തോന്നലുണ്ടാകും. അവന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കഴിയും. അതാണ് അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പത്രങ്ങളിൽ നിന്ന് വായിക്കുന്നതോ അല്ലെങ്കിൽ ന്യൂസിൽ നിന്ന് കേൾക്കുന്നതോ സിവിൽ സർവീസിനെ കുറിച്ചുള്ള, അത് നേടുന്ന ആൾക്കാരെ കുറിച്ച്, സിവിൽ സർവീസിനെ കുറിച്ച് ഞാൻ പറയത്തില്ല, അത് നേടുന്ന ആൾക്കാരെ കുറിച്ചുള്ള ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള കഥകളിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഒരുപക്ഷെ ഞാനിപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്ന, സർവീസിൽ തിരഞ്ഞെടുത്തുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെതിരെ ആയിരിക്കും കൂടെ ഞാൻ പറയുന്നത്. ഡീമോട്ടിവേഷൻ, അവരുടെ വില കുറച്ച് കാണിക്കാനോ അല്ല ഞാനിത് പറയുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കും കൂടി ഇത് കഴിയും എന്ന് പറയാനാണ്. നിങ്ങളുടെ യാതൊരു വിധമായ ലാംഗ്വേജ്, ചിലരൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്, നിങ്ങളുടെ ലാംഗ്വേജ് പ്രോബ്ലംസ്. സാർ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, ഇംഗ്ലീഷ് ശരിക്കും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതാനുള്ള ഓപ്ഷനുണ്ട്. ഇനി ഞാൻ എൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കുകയാണ്. രണ്ടാമത്തെ പാർട്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഇച്ചിരി പ്രസക്തമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് 2 കാര്യമുണ്ട്. ഒന്ന്, അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. 2,
ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞതുപോലെ ഞാൻ എങ്ങനെ സിവിൽ സർവീസിലേക്ക് വന്നു, അല്ലെങ്കിൽ ഞാൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ, നേരിട്ട ചലഞ്ചസുകൾ, പ്രിപ്പറേഷൻ സമയത്തുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ. അത് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു സർവീസിലിരുന്നുകൊണ്ട് വിളിച്ചു പറയണം, നിങ്ങളോട് തുറന്നു പറയും. ഈ തുറന്നു പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നതോട് എന്താ പറയുന്നത്, മലയാളത്തിൽ നമ്മുടെ ഒരു പ്രിയങ്കരനായ നടനുണ്ടായിരുന്നു, കലാഭവൻ മരിച്ചുപോയി, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ ഇൻ്റർവ്യൂവിലും വന്ന വഴികൾ പറയും. അപ്പം ഞാനൊക്കെ അതിനെക്കുറിച്ച് കരുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു, ഞാൻ പറഞ്ഞ വന്ന വഴികൾ നമ്മൾ ഇത്ര കരഞ്ഞു പറയേണ്ട കാര്യങ്ങളില്ല, അത് കഴിഞ്ഞുപോയി. ഇപ്പം നമുക്ക് നല്ല കാര്യമാണ്, അത് എൻജോയ് ചെയ്യുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ വന്ന വഴികൾ ഇത്രയും എങ്ങനെയൊക്കെയാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയാൽ ഞാൻ ഹാപ്പിയാണ്. ബേസിക്കലി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്ന് ഞാൻ പറയാറില്ല, ഞാൻ വന്ന വഴികൾ ഇങ്ങനെയാണ് എന്നൊന്നും പറയാറില്ല. പക്ഷേ ഇതൊരു ക്ലാസ് പർപ്പസാണ്. ദിസ് ഇസ് സ്ട്രിക്ട്ലി ഫോർ നമ്മളുടെ മോട്ടിവേഷണൽ പർപ്പസിലേക്ക് മാത്രമേ നമ്മളിത് ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറയുന്നത് ഞാൻ വന്ന വഴികളിൽ പറയും. എന്നു പറയുന്നത്, ഞാൻ ഇത് അക്കാഡമിക് ഇതല്ല, നിങ്ങൾ ആരെങ്കിലും മോട്ടിവേറ്റ് ആകും എന്ന് കരുത്തൻ്റെ വിശ്വാസത്തോടെ ഞാൻ പറയുകയാണ്. ഞാൻ ഇതിനായിട്ട് വരുന്നത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഞാനെന്ന് പറയുന്നത്, ഐ ഡോണ്ട് റിയലി ലുക്ക് ലൈക്ക് എ ഓഫീസർ ലൈക്ക് സ്റ്റാഫ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഉള്ളൊരു അപ്രീസിയേഷൻ. ഇതിൻ്റെ ഒരു കാര്യം, ഇത് തുടങ്ങുന്ന ഒരു രീതി ഞാൻ പറയാം. ഒരു 10 വർഷം മുമ്പ് എന്ന് പറയുക, 2008, 2009 ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ സിവിൽ സർവീസിലേക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അല്ലെ സിവിൽ സർവീസ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടെന്നും, അല്ലെങ്കിൽ ഈ എക്സാമിന് എനിക്കിവിടെ ഈ പരീക്ഷ എഴുതണം, എനിക്കിവിടെ വിജയിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വരുന്നതാണ്. ഞാൻ വരുന്ന സമയത്ത് അത് ഏകദേശം ഞാൻ പറഞ്ഞ 2008, 2009 ആ ഒരു കാലഘട്ടത്തിൽ അവിടെ പറഞ്ഞു തന്ന എല്ലാ സാധനവും ഞാൻ പഠിച്ചു. എനിക്ക് സർവീസൊന്നും കിട്ടി. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, പല പുസ്തകങ്ങളൊക്കെ വായിച്ച കൂട്ടത്തിൽ എനിക്ക് മനസ്സിലായി, സ്വന്തമായിട്ട് നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്ന പുസ്തകങ്ങൾ വായിക്കണം. വായിച്ചിട്ടാണ് പറയുന്നത്, ഇന്ന പുസ്തകം വായിക്കണ്ടായിരുന്നു എന്നുള്ള തോന്നലുണ്ട്. കുറേ മുമ്പ് നടന്നത് ഈ ഇയറിനൊക്കെ വളരെ പ്രസക്തമായ എൻ്റെ ഒരു ഈ ഉള്ള നറേഷൻ്റെ വളരെ പ്രസക്തിയുണ്ട് ഇയറിനൊക്കെ. 2008, 2009 ഞാനൊരു സമയത്ത് ഒരു ജോലിയിൽ പ്രവേശിക്കാൻ, വേറൊരു സർക്കാർ സ്ഥാപനത്തിൽ ആ സമയത്ത് ജോലി കിട്ടി. പിന്നെയുള്ള എൻ്റെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മോട്ടിവേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ മോട്ടിവേറ്റഡ് ആണ്. പക്ഷേ സർവീസിലൊക്കെ കയറുമ്പോൾ, ഏതെങ്കിലും ഒരു സർക്കാർ സർവീസിലേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് 1-ാം തീയതി കൃത്യമായിട്ട് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടാർഗറ്റോ ലക്ഷ്യമൊക്കെ നമ്മൾ മാറും. അതുപോലെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കാവുന്ന പോലെ ഞാൻ 2008 ജോലിക്ക് കയറി, 2010 ജോലിക്ക് കയറി. പിന്നെ ഈ സിവിൽ സർവീസിനെ ഓൾമോസ്റ്റ് നമ്മൾ ഒരു സൈഡിലോട്ട് വിട്ടു. പഠിക്കുമെന്ന് വെച്ചാൽ പഠിക്കും, പക്ഷേ അത്രയൊക്കെ അങ്ങോട്ട് ഇത് ചെയ്യുന്നില്ല. അങ്ങനെ വന്ന് 2011 എന്നൊരു വർഷമാണ്. 2011 കുറച്ചൊക്കെ നിങ്ങൾ പലർക്കും അറിയാം. 2011 ഇപ്പോഴുള്ള എക്സാം പാറ്റേണിലായത്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന, ഈ വർഷം എഴുതാൻ പോകുന്ന, അല്ലെങ്കിൽ അടുത്ത വർഷം എഴുതാൻ പോകുന്ന സിവിൽ സർവീസിൻ്റെ പാറ്റേൺ വരുന്നത് 2011 ആ ചേഞ്ച് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസിൻ്റെ എക്സാം രീതിയിൽ 2010 മുമ്പുള്ള രീതികൾ കുറേ ട്രഡീഷണൽ രീതികളായിരുന്നു. മോറോർലെസ് നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കുക, നിങ്ങൾക്ക് കിട്ടും, അതായിരുന്നു അവസ്ഥ. 2011 ശേഷം എക്സാമിൻ്റെ പാറ്റേൺ എല്ലാം മാറി. സിലബസ് എടുത്ത് നോക്കിയപ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എക്സാമിൻ്റെ പാറ്റേൺ മാറി എന്ന് പറഞ്ഞാൽ പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ അതുപോലെ ഉണ്ട്. ചോദിക്കുന്ന പേപ്പറുകൾ അല്ലെങ്കിൽ ചോദിക്കുന്ന രീതികൾ ഒക്കെ മാറി. ഏകദേശം 2011 ഞാൻ പോയി ആ എക്സാം ഞാൻ എഴുതുകയാണ്. 2011 എക്സാം എഴുതി പ്രിലിമിനറി പാസ്സാകുന്നു. ആസ് യൂഷ്വൽ മെയിൻസ് ക്ലിയർ ചെയ്തില്ല, വിട്ടുപോകും. 2011 ശേഷം പിന്നെ എഴുത്തുമില്ല, ഒന്നുമില്ല. ഇനിയുള്ള ഒരു അടുത്ത കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഇച്ചിരി ഇതായിട്ട് പറയുന്നത് പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. 2013
നാട്ടു നടപ്പ് പോലെ ഞാൻ കല്യാണം കഴിയുന്നു, കുടുംബമായിട്ട് ഇങ്ങനെ പോകണം. എൻ്റെ ജോലിയോ അത്യാവശ്യം ഒരു ജോലിയുണ്ട്. ആ ജോലിയോടെ മുന്നോട്ട് പോകുന്ന സമയത്ത് 2015 എൻ്റെ സിവിൽ സർവീസ് മോഹങ്ങളെല്ലാം തീർന്നു. എനിക്കിനി സിവിൽ സർവീസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കുടുംബമായി ഇങ്ങനെ ഇരിക്കുകയാണ്. 2015 ഒരു 2015 അങ്ങനെ നമ്മൾ സിവിൽ സർവീസിൽ ചില നമുക്ക് നിരാശകളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ പഠിച്ചത് ചിലർക്ക് കിട്ടുന്നു. ഞാൻ ആ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കും, കാരണം എനിക്കിത് എഴുതാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഞാൻ ആ സ്വപ്നങ്ങളൊക്കെ മറികടന്ന് മാറി സ്വസ്ഥമായിട്ട് ഇപ്പുറത്തോട്ടൊരു ജീവിതം നയിക്കുന്ന സമയത്താണ് 2015 ഒരു നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രസക്തം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആ സമയത്ത് തന്നെ എൻ്റെ ഏജ് ഓവറായി, എനിക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥയായി. 2012 കൂടി തീർന്നു. പക്ഷേ 2015 ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്. 2011 എക്സാം എഴുതിയ ആളുകൾക്കെല്ലാം ഒരു ചാൻസും കൂടെ കൊടുക്കും. ഇതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് പറയുന്നത്. 2011 എൻ്റെ സിവിൽ സർവീസ് മോഹങ്ങൾ കഴിഞ്ഞതാണ്. ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല, അതുകൊണ്ട് 12 തീർന്നു, നിങ്ങൾ വേറൊരു ലൈനിലേക്ക് തിരിഞ്ഞു. പക്ഷെ മനസ്സിലൊരാഗ്രഹമാണ് സർവീസ് ഇടുന്നു. ഞാൻ വളരെ ഫ്രാങ്കായിട്ട് നിങ്ങളോട് കാര്യമായിട്ട് പറയാം. ഞാൻ സർവീസിലോട്ട് വന്നപ്പം എനിക്ക് സർവീസ് എടുത്തിട്ട് എല്ലാവരും പറയുന്നത് പോലെ ജനങ്ങളെ സേവിക്കുക, ഞാൻ രാഷ്ട്രത്തെ സേവിക്കുക, അങ്ങനത്തെ വളരെ ഉദാത്തമായ ചിന്താഗതികളൊന്നും അല്ലായിരുന്നു എൻ്റെ മനസ്സിൽ. നമ്മൾക്ക് പഠിച്ചു നേടാവുന്ന ഒരു നല്ല ജോബ്, അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതെല്ലാം തീർന്നു അവിടെ വെച്ച്. 2000 അങ്ങനെ വളരെ സുഖമായിട്ട് ജീവിതം പോകുന്നൊരു സമയത്താണ് 2015 ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. 2011 പ്രിലിമിനറി അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരു ചാൻസ് കൂടെ കൊടുക്കുന്നു, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഏജ് ഇന്ന് അറ്റൻഡ് ഒന്നും നോക്കുന്നില്ല, ഒരു ഇത് കൂടെ കൊടുക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2011 ഞാൻ പറഞ്ഞായിരുന്നു എക്സാം പാറ്റേൺ ചേഞ്ച്. ഞാൻ ഈ പഴയ കുട്ടികൾ 21 വയസ്സിൽ 22 വയസ്സുള്ള പഴയ പുതുതായിട്ട് ഇങ്ങോട്ട് വരുന്ന കുട്ടികളുടെ അതുകൊണ്ട് എൻ്റെ ഒരു ഈഗോ ആണെന്ന് വേണം വിചാരിക്കാം, അല്ലെങ്കിൽ ദുരഭിമാനം എന്തോ ആയിക്കോട്ടെ, ഇവരെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, എനിക്കെന്ത് പഠിക്കണമെന്നൊന്നും അറിയില്ല. എന്നിട്ട് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓൺലൈനിലൊക്കെ പോയി അത്യാവശ്യം പഴയ ബുക്കുകളൊക്കെ പോയി, എല്ലാ ബുക്കുകളും പോയി സിലബസ് മാറിയത് കൊണ്ട് നമുക്ക് അത്രയൊന്നും കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചൊക്കെ എടുത്തു, ഞാൻ എന്തൊക്കെ പഠിക്കണം വളരെയായിട്ട് തീരുമാനമെടുത്തു. ലാസ്റ്റ് ചാൻസ് അല്ലേ, അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കണം. എങ്ങനെയാണെങ്കിലും ഒരു ചാൻസ് കിട്ടിയതാണ്. ഞാനിവിടെ ദൈവത്തിൻ്റെ എലമെൻ്റ് ഒന്നും പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എതിരഭിപ്രായങ്ങൾ പല അഭിപ്രായങ്ങൾ വരണം. അതുകൊണ്ട് ഞാൻ എനിക്കൊരു ചാൻസ് കിട്ടി, ഇത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞത്. 2015 ആപ്ലിക്കേഷൻ തുടക്കത്തിൽ ഫെബ്രുവരിയിലാണ് ആപ്ലിക്കേഷനൊക്കെ ആയിരിക്കും ഞാൻ റെഡി ആയിട്ടിരിക്കും. ഏകദേശം ഇതേ സമയത്ത് തന്നെ വൈഫ്, എനിക്കൊന്നും ഇതൊക്കെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രഗ്നൻ്റ് ആവും വൈഫ്. പക്ഷേ ഫ്രം ഡേ 1 ഓൺവേഡ്സ് ഷീ ഈസ് ഇൻ ഹോസ്പിറ്റൽ. പുള്ളിക്കാരത്തി ഹോസ്പിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം. ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് 2 ആഴ്ച പുള്ളിക്കാരി ഹോസ്പിറ്റൽ. അന്ന് ഞാൻ BSNL വർക്ക് ചെയ്യുന്ന അക്കൗണ്ട്സ് ഓഫീസറാണ്. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻ ഇങ്ങോട്ട് ഞാൻ തയ്യാറെടുത്ത് വന്നപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത്, ഞാൻ രാവിലെ ഓഫീസിൽ പോകും, ഒരു 4:30 ആകുമ്പോൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരും. ഹോസ്പിറ്റലിൽ വൈഫിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും. ബെഡ് റിഡൺ, നിങ്ങൾ ഹോസ്പിറ്റലിൽ ചുമ്മാ ഇരിക്കുന്നില്ല, ബെഡ് റിഡൺ ആണ്. ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഇതാണ്. ഞാനിപ്പം ചിലപ്പോൾ ആൾക്കാർ പറയും നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽ ഇച്ചിരി ഇമോഷണലി ഇത് കൊടുക്കാൻ വേണ്ടി ഇച്ചിരി കയറ്റി വെക്കും, അങ്ങനെയൊന്നും അല്ല ഇത്. ഒരു പക്ഷേ ഞാൻ തിരിച്ചേ പറയത്തുള്ളൂ, സംഭവിക്കുന്നതിൻ്റെ കുറച്ചേ ഞാൻ പറയാൻ സാധിക്കും. അതങ്ങനെ ഒരു സമയത്ത് ഈ ഒരു പീരീഡ് പോകുന്നത് 160 ദിവസം, ഏകദേശം 160 ദിവസത്തോളം ഹോസ്പിറ്റലിൽ. എൻ്റെ ഒരു കണക്ക് ശരിയാണ്, കാരണം നിങ്ങൾ ചിലപ്പം ചിലരൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും സാർ പറഞ്ഞ ആ സമയവും പിന്നീട് അവസാനം പറഞ്ഞതുപോലെ 160 ദിവസം അല്ല ഗ്യാപ്പ് എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ അത്ര ഏകദേശം ഒരു കണക്ക് ഞാൻ പറഞ്ഞു, 160 ദിവസം സംതിങ് അറൗണ്ട് ഓഗസ്റ്റിലാണ് നമ്മുടെ ആ വർഷത്തെ പ്രീമിയർ വരുന്നത്. എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഓഫീസിൽ പോകുന്നു, ഞാൻ ഒരു 4:30 ആകുമ്പോഴത്തേന് ഇവിടെ വരും. ലിറ്ററലി ഞാൻ പറയാം, വൈഫിനെ എടുത്തുകൊണ്ട് ബാത്റൂമിൽ പോകും, എല്ലാം ചെയ്ത് രാവിലെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. തിരിച്ചു വന്നിട്ട് ഇതെല്ലാം ചെയ്യേണ്ട ജോലി തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓഫീസ് ജോലിയുണ്ട്, ഒരുവിധം വലിയ കുഴപ്പമില്ലാത്തൊരു ജോലിയായിരുന്നു.
അക്കൗണ്ട്സ് ഓഫീസറായിരുന്നു BSc. അപ്പം കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് എന്താ പറയുന്നത്, ഞാനിവിടെ വരുന്നു, കുറച്ചൊക്കെ വായിക്കുന്നു. ആദ്യമൊക്കെ നടക്കും, കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ ഒരു സിറ്റുവേഷൻ ബേസാണ്, ഭയങ്കരമായിട്ടൊരു സിറ്റുവേഷൻ, അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ആശുപത്രി സ്ഥിരമായിട്ട് കാണുന്ന നേഴ്സുമാരൊക്കെ നമുക്കറിയാം, ഇവർ വരുമ്പോൾ ഞാനിങ്ങനെ വായിച്ചോണ്ടിരിക്കും എന്താണ്, ഞാൻ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റൽ എക്സാം പഠിക്കും. പിന്നീട് അതും എനിക്ക് നാണക്കേടായി, ഞാൻ ഇവർ വരുന്ന കഥ കൊണ്ടുള്ള ഇതൊക്കെ എടുത്ത് പാത്തെടുത്തു എന്ന് പറഞ്ഞാൽ ഇത്രയും കഥ ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഈ 160 ദിവസം എൻ്റെ പഠനം ഇതായിരുന്നു എന്നാണ് നിങ്ങളോട് പറഞ്ഞു വന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇങ്ങനെ പഠിക്കാതെ ഇങ്ങനെയൊക്കെ പഠിച്ചാലും കിട്ടുമെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ പത്രത്തിലൊക്കെ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്, കുറേയധികം കാര്യങ്ങൾ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ സാഹചര്യത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിച്ചു, എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയും യൂട്ടിലൈസ് ചെയ്തു. അപ്പം ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളാരെങ്കിലും വിചാരിക്കുകയാണ് എനിക്ക് സമയമില്ല, എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, മാനസികമായിട്ട് ടെൻഷനുണ്ട് ഒക്കെ നിങ്ങൾക്ക് മറികടക്കാമെന്ന് പറയാൻ വേണ്ടിയാണ്. ഒരു പക്ഷേ നിങ്ങൾ നാളെ ആരെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ ഇതിനേക്കാളും ട്രാജിക്കായിട്ടുള്ള, ഇതിനേക്കാളും എന്താ പറയുക കുറച്ചുകൂടെ കഷ്ടപ്പെടുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. ഓരോരുത്തരുടെ കഥകൾ യൂണീക്കാണ്. ഞാൻ എൻ്റെ കഥ പറയുന്നത്, കഥയുടെ പർപ്പസും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നാളെ ഞാൻ വാട്സാപ്പ് തുറന്നെടുക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ട്രോള് വരും, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ പറയുന്നത്. അപ്പോൾ ആ ഒരു 100 ദിവസം കഴിഞ്ഞു, ഏകദേശം അതിൻ്റെ ഒരു ഓഗസ്റ്റ് എക്സാമിൻ്റെ സമയം. ജൂലൈ അവസാനം, ഓഗസ്റ്റ് 23 എക്സാം. ഇപ്പോൾ ഒരു സമയമായപ്പോഴത്തേന് ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്ന ആൾക്ക് പെട്ടെന്ന് മഞ്ഞപ്പിത്തം വരും. ഞാൻ മഞ്ഞപ്പിത്തം വരുന്ന ഒരു സമയത്ത് എന്നോട് ഡോക്ടർ പറയും, നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി എനിക്ക് നോക്കാൻ പറ്റില്ല, അമ്മയെ രക്ഷിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ഒരു ഓഗസ്റ്റ് 1 ഞാൻ നിങ്ങളെല്ലാം ചെയ്തോടെ ഇങ്ങനെ അർജന്റായിട്ട് വരുമ്പോൾ എന്തായാലും ആംബുലൻസ് വിളിച്ചടുത്ത് നല്ല ഹോസ്പിറ്റലിൽ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യത്തെ ദിവസം 2ാമത്തെ ദിവസം വളരെ സ്ട്രാറ്റജിക്, എന്താ പറയുക, ഭയങ്കര എന്താ പറയുന്ന ഒരു ഹോപ്പില്ലാത്ത സിറ്റുവേഷൻ. എന്നോട് പറയുന്ന, നിങ്ങൾക്കെല്ലാം അറിയാം ജോണ്ടീസ് എന്ന് പറയുന്ന ഒരു സാധാരണ മരുന്ന് കൊടുക്കുന്നത് കവർ ചെയ്ത് പോരാന്നാണ്. പക്ഷെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു മദർ, വളരെ എന്താ പറയുന്ന ഒരുമാതിരി സിക്കായിട്ടുള്ളൊരു മദറിന് പറ്റില്ല. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്നോട് ഓരോ ദിവസം ഡോക്ടർ പറയുന്നത്, ഒരു ദിവസം പറയാൻ 2 പേരെയും കിട്ടത്തില്ല, ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അമ്മയെ കിട്ടത്തില്ല, 3-ാമത്തെ ദിവസം പറയുമ്പോൾ അമ്മയെ നമുക്ക് നോക്കണ്ട, കുഞ്ഞിനെങ്കിലും രക്ഷിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കഥകളാണ്. ഒരു 10-12 ദിവസം ആരും ഒരു ഉറപ്പും തരില്ല. അപ്പം ആ സമയത്താണ് ഈ എക്സാം വരുന്നത്. പക്ഷെ ഞാൻ ന്യായമായിട്ട് നിങ്ങൾ പറയും, നമ്മുടെ ഫോക്കസ് മാറും, നമ്മുടെ ഫാമിലിയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, സർവീസ് അല്ല ഇമ്പോർട്ടൻറ്റ്, ഫാമിലിയാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തോ ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഈ എക്സാമിന് അയച്ചെന്നുള്ള കാര്യം എൻ്റെ വീട്ടിലറിയാവുന്ന ഒരു കാര്യമാണ്. വൈഫ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാമിന് പോകും, തിരുവനന്തപുരത്താണ്, ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എറണാകുളമാണ്, അന്നേ ഈ ഹോസ്പിറ്റലിന് സാധ്യത ഉണ്ടെന്ന കാര്യം നമ്മൾ സെൻട്രലിൽ അവിടെ വെച്ചു. ഇതങ്ങനെയൊന്നുമില്ല, നമ്മൾ തിരുവനന്തപുരത്ത് സെൻറ്റർ വെച്ചിട്ട് എറണാകുളത്തേക്കാണ്. എന്നോട് പറഞ്ഞ് പോയിക്കോളാം. ഞാനിങ്ങനെ മാറി നിൽക്കാൻ എനിക്ക് പറ്റില്ല, കാരണം വീട്ടിലാർക്കും അറിയത്തില്ല. ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇങ്ങോട്ട് മാറാൻ പറ്റില്ല, എക്സാമിൻ്റെ കാര്യം ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവസാനം നിങ്ങളൊക്കെ കള്ളത്തരം, വീട്ടിലൊക്കെ കള്ളത്തരം പറയുന്ന കൂട്ടുന്നത് ഞാൻ കള്ളത്തരം പറഞ്ഞു. ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു ട്രെയിനിങ്ങിന് വിടുകയാണ് തിരുവനന്തപുരത്ത്. 3 ദിവസത്തേക്ക് ഞാൻ പോകുന്നു. ഞാൻ എക്സാം എഴുതി. എക്സാം എഴുതിയപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു തോന്നൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അത് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഈ കഥയുടെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് അവിടെ വെച്ച് തീർന്നു. പിന്നെ നമുക്ക് സർവീസ് കിട്ടും, ഓക്കെ. അതിൻ്റെ അകത്ത് വേറെ വലിയ കഥകളില്ല. കാരണം ആ ഒരു എന്താ പറയുന്ന ബുദ്ധിമുട്ടുള്ള അവസരങ്ങളൊക്കെ ഈ പരീക്ഷയുടെ ഒരു കറസ്പോണ്ടിങ് പീരീഡിൽ കഴിയും. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ തക്ക രീതിയിൽ ട്രാജിക്കൽ വന്നു. പക്ഷെ ഈ സമയത്ത് അനുഭവിച്ചൊരു മാനസിക സംഘർഷം അതുകൊണ്ട് ഞാൻ അതൊരിക്കലും എൻ്റെ മെയിൻസിന് പോയപ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോയപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളൊന്നും എനിക്കില്ല. അത് കഴിഞ്ഞു, അത് ഒരു പ്രിൻസ് വരെയുള്ളത്. ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് എന്ത് സാഹചര്യങ്ങൾ വന്നാലും നിങ്ങൾ മുന്നോട്ട് പോകാൻ. 2 എന്ന് പറയുന്നത്, എനിക്ക് കിട്ടിയൊരവസരം, ലാസ്റ്റ് ജംഗ്ഷൻ ആ കിട്ടിയൊരവസരം പ്രത്യേക രീതിയിൽ ഞാനിത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ടൊരു സാധ്യതയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു മറുചോദ്യം ഉണ്ടായിരിക്കും, ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ പുറകെ പോകേണ്ട കാര്യം. അതെനിക്ക് സംഭവിച്ചൊരു കാര്യമാണ്. ഇത്രയും ബുദ്ധിമുട്ട്
എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച, അല്ലെങ്കിൽ ചിലർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ്, ജനറൽ ട്രെൻഡ് അല്ല ഇത്. നിങ്ങൾക്ക് ഇത്രയും പഠിച്ച് ഇത്രയും വർഷം കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു കാര്യമൊന്നും നല്ല സിവിൽ സർവീസ്. നിങ്ങൾ മനസ്സിരുത്തി 1-1.5 വർഷം നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനമാണ്. അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കാര്യം. അല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു കഥ പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒരാൾക്ക് സംഭവിക്കുന്നതാണ്. എല്ലാവർക്കും എൻ്റെ കൂട്ട് അങ്ങനെ ഒരു ലെക്ക് കിട്ടണമെന്നില്ല. ഇങ്ങനെ കാരണം 2011 ചാൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ടാമത്തെ സാധനം അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നൊന്നും നിർബന്ധമൊന്നും. അതൊക്കെ സാധാരണ സംഭവിച്ചു പോകുന്നതല്ലാതെ അതിനകത്തൊരു എന്താ പറയുക ഉറപ്പൊന്നും എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് 1-1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം നിങ്ങൾ നീറ്റായിട്ട് 2 വർഷം ഇതിന് അവസരം കൊടുക്കും. 2 വർഷമെങ്കിലും നിങ്ങൾ 2 ചാൻസിൽ നിങ്ങൾ നന്നായിട്ട് പോകുക. 2 ഇത്തരം കഥകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണം. നിങ്ങൾ ഇനി ഓരോ പലതരം കഥകൾ, ഇത്തരം കഥകളിൽ നിന്ന് കിട്ടുന്ന ആ നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക. ഇങ്ങനെ ചെയ്യാം. അതൊരു ജസ്റ്റ് ഒരു സ്പിരിറ്റ് ഓഫ് മോട്ടിവേഷനാണ്, ഒരു സ്പീഡ് സെക്കൻഡ്. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാകും എന്നെപ്പോലെ ആൾക്കാർ ഇവിടെ വന്നിരുന്ന് എത്രമാത്രം മോട്ടിവേറ്റ് ചെയ്താലും നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്കൊന്നും സംഭവിക്കും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊരു കഥ എന്താ പറയുന്ന ഒരു മോട്ടിവേഷൻ ഫാക്ടറായിട്ട് ഉപയോഗിക്കാൻ തന്നെ റീകോൾ ചെയ്യാവുന്ന ഒരു പാർട്ട് മാത്രമാണ്, ഫോർ നോട്ട് ഫോർ എനി അതർ പർപ്പസ്. ഒടുവിൽ നമുക്ക് സർവീസ് കിട്ടും. യൂഷ്വലി ഞാനിപ്പം ഒരിടത്ത് ജോലി സർവീസിലൊക്കെ കിട്ടിയിട്ട് ജോലി ഒരവസ്ഥ അത്രേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ അകത്ത് വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അനുഭവങ്ങൾ അല്ലെങ്കിൽ സർവീസിൻ്റെ വഴികളിലേക്ക് എനിക്ക് വന്ന കാര്യങ്ങൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാൻ, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വലിച്ചിട്ടുണ്ടെന്ന് തോന്നും. കാരണം ഇത് പറയുമ്പോൾ കുറച്ച് ഇമോഷണൽ ഫാക്ട്സിൻ്റെ അതോട് പോകുന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരിക്കും വരുന്നത്. പിന്നെ ഞാനിങ്ങനെ നിങ്ങളുടെ പല ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങൾ സമയത്ത് നിങ്ങളുടെ റൂമിൽ നിങ്ങൾ മാത്രമേ ഇരിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ കാണുന്ന വലിയൊരു ഓഡിയൻസാണ്, പലതരം ചിന്താഗതികളുള്ളവരുണ്ട്. ചിലർക്ക് ഞാൻ ഈ പറഞ്ഞ ടോക്കിൻ്റെ എന്താ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ലാത്തൊരു ബ്രെയിൻ്റെ അതിലാണ്. കേൾക്കേണ്ട ആവശ്യമില്ലാത്തതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ദിസ് ഈസ് നത്തിങ് കണക്റ്റഡ് വിത്ത് എക്സാം എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാത്തൊരു വിഭാഗത്തിൻ്റെ അത് കാണാം. എല്ലാ കുട്ടികളെയും നമ്മൾക്ക് അറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ പറയുമ്പോൾ ഒരാളുടെ പേഴ്സണലായിട്ട് വരുന്നില്ല, എല്ലാവരുടെ കോമൺ ആയിട്ടുള്ള സ്വഭാവ വിദ്യയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഇതിനകത്ത് വേറെ ഒരു ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾ മോട്ടിവേറ്റഡ്, ഒരു സെക്കൻഡ് പോലും മോട്ടിവേറ്റഡ് ആയിട്ടില്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ 2-3 കാര്യങ്ങൾ ഇതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ പെർസീവ് ചെയ്യുമ്പോൾ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾ പറയുന്ന ലെക്ക് ഫാക്ടറോ അല്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് ബിലീവ് ഇൻ ലെക്ക് ദൈവത്തിൻ്റെ ഇതൊക്കെ അതിൻ്റെ അകത്ത് കടന്നു വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ കഥകളിൽ നമുക്ക് പുറകോട്ടൊക്കെ ഒത്തിരി കഥകളുണ്ട്. ഇതിൽ വന്ന വഴികൾ അതൊന്നും നമ്മുടെ പറയുന്ന ചിലരൊക്കെ പറയുന്നത് വന്നിട്ട് പറയുന്നതിൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെ. എനിക്ക് ഞാൻ ഇപ്പം പറഞ്ഞ എക്സാമിന് നേരിട്ട അതിനേക്കാളും ദുരന്തമായ കഥകൾ കുറയുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തില്ല. കാരണം അതെല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ ഒരാൾ സർവീസ് വരുന്നത്, ബുദ്ധിമുട്ടി സർവീസ് വരുന്ന ആദ്യമായിട്ടുള്ള കഥകളും എത്രയോ പേരും നമ്മളുടെ ഒരു മുഹമ്മദ് സാർ ആ സാറിന് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു കോഴിക്കോട് സാറുണ്ട്. സാറിൻ്റെയൊക്കെ കഥകളൊക്കെ ഇതിനെക്കാട്ടിലും നിങ്ങൾ ടച്ചിങ് ആയിട്ടും മോട്ടിവേഷനുമായിട്ടുള്ള കഥ. അതിലൊരു പാർട്ടായിട്ട് മാത്രം ഞാൻ എൻ്റെ പാർട്ടികളെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചോദിക്കാം, കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ സമ്മപ്പ് ചെയ്യുന്നതിനും എന്തെങ്കിലുമൊക്കെ ചോദ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കും. കഴിഞ്ഞിട്ടില്ല, ഞാനത് സമ്മപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തുറന്ന് ചോദിച്ചിരിക്കുന്നത് ഈ IPS പോലുള്ള ആംഡ് ഫോഴ്സിൽ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. IPS എന്ന് പറയുന്നതും IRTS റെയിൽവേ ട്രാഫിക് സർവീസ് ഇതൊക്കെ പറയുന്നത് ടെക്നിക്കൽ സർവീസ് ആയിട്ടാണ് കൂട്ടുന്നത്. ഇതിൻ്റെ അകത്ത് എല്ലാ വിധത്തിലുള്ള ഫിസിക്കൽ ടെസ്റ്റുകളും ബാധകമാണ്. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് അവിടെ 10-23 സർവീസ് ഉണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള പോലെ എപ്പോഴും IAS IPS മാത്രമല്ല. IRS എന്ന് വെച്ചാൽ അടുത്തിടയ്ക്കാണ് പുറത്തോട്ട് അറിയുന്നത്. അങ്ങനെ നമുക്ക് നല്ല ഒത്തിരി സർവീസുകളുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾ ഏത് സർവീസിൽ കയറിയാലും കുറച്ചൊക്കെ നിങ്ങൾക്ക് രാജാക്കന്മാരായിട്ട് കഴിയാൻ പറ്റുന്ന സാധ്യതകൾ കൂടുതലാണ്. അത് പേടിക്കണ്ട. ഈ IPS പോലുള്ള സർവീസ് നിങ്ങൾ എടുക്കണം, അപ്പം അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ബാധകമാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന അങ്ങനെ വരത്തില്ല. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സർവീസുകൾ, ഇഷ്ടപ്പെടുന്ന ഒത്തിരി സർവീസുകളുണ്ട്. നിങ്ങൾ അറിയപ്പെടാത്ത കുറേയധികം സർവീസുകളൊക്കെ ഉണ്ട്. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ ട്രേഡ് സർവീസ് എല്ലാം നല്ലതാണ്. ഓക്കെ, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബുക്സ് ഒരു പഴയ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ റിലവൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ബുക്സ് എന്ന് പറയുന്ന NCERT ബുക്സ് തന്നെയാണ് സ്റ്റാൻഡേർഡ് ബുക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ NCERT ബുക്സിൽ നമ്മളൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കേണ്ടത് ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു പാർട്ടാണ് മോഡേൺ ഇന്ത്യ പഠിക്കുമ്പോൾ ഈ ടെസ്റ്റ് എഴുതിയത് ബിപിൻ ചന്ദ്രയാണ് നമ്മുടെ NCERT ഫോളോ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ തന്നെ സ്ട്രഗിൾ ഫോർ ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പം ഈ NCERT എഴുതിയ ആളുകളുടെ തന്നെ സ്റ്റാൻഡേർഡ് ബുക്സിൻ്റെ അകത്തുണ്ട്. അപ്പോൾ മോഡേൺ ഇന്ത്യ നമ്മൾ എഴുതുകയാണെങ്കിൽ ബിപിൻ ചന്ദ്ര അതാണ് ഓതർ, ബിപിൻ ചന്ദ്ര. കാരണം ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിലെ ഒരു ക്രിട്ടിക്കൽ പാർട്ടാണ്. അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് പൊളിറ്റിക്സ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെയൊക്കെ കോൺടാക്ട് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ അക്കാഡമി ഇതിൻ്റെ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത് ഏത് ബുക്കാന്ന് അറിവില്ലാത്തതുകൊണ്ടല്ല ഞാൻ പറയാത്തത്. കാരണം അത് നമ്മളൊരു ജനറൽ ക്വസ്റ്റ്യൻസിലേക്ക് അത് ഇങ്ങനെ നമുക്കിത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അതോട് മുന്നോട്ട് പോകുന്നത്. സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട് നമ്മൾ കേൾക്കും, അത് അക്കാഡമി പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷണൽ സബ്ജക്ട്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പറയും. ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യണം വി ആർ പ്രിപ്പയറിംഗ് ഫ്രം കേരള. നമ്മൾ അക്കാഡമിയൊക്കെ നമ്മൾ ഇവിടെയുള്ള അക്കാഡമിയിൽ ഇവിടെയുള്ള ഇതിലൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. കേരളത്തെ സംബന്ധിച്ച് എല്ലാ കുട്ടികളും ജനറലായിട്ട് എടുക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മലയാളമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 റീസണാണ്. ഒന്ന്, അവൈലബിലിറ്റി ഓഫ് നോട്ട്സ്. 2, നമ്മൾ തന്നെയാണ് ഇതൊക്കെ, നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഇത് നോക്കുന്നത്. അപ്പം നമ്മുടെ പയ്യനോ അല്ലെങ്കിൽ കൊച്ചോ എങ്കിലും കയറി പോട്ടെ എന്ന് കരുതി 2 മാർക്ക് കൂടുതൽ ചെറിയ ലിബറലായിട്ട് ചെയ്യും. നമ്മുടെ വിശ്വാസമാണ്. അവൈലബിലിറ്റി കൂടുതലാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മലയാളം ഓപ്ഷൻ എടുക്കുന്നതിൻ്റെ കാര്യം. പിന്നെ ഓപ്ഷൻ്റെ അകത്ത് എല്ലാവരും തന്നെ, പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് തെറ്റിദ്ധരിക്കേണ്ട എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ല, എനിക്ക് ലിറ്ററേച്ചർ അറിയത്തില്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകുന്നൊരു കാര്യമാണ്. അങ്ങനത്തെ തെറ്റിദ്ധാരണകൾ ആർക്കും വേണ്ട. മലയാളം ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സിലബസും കുറവാണ്, നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അതാണ് ഒരു യൂഷ്വൽ പ്രൊസീജിയർ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ചിലരൊക്കെ എന്താ പറയുന്നത് ജോഗ്രഫി എടുക്കാറുണ്ട്. നല്ല സബ്ജക്റ്റാണ്, മാർക്ക് കിട്ടുന്നതാണ്, നന്നായിട്ട് കുറച്ച് സയൻറ്റിഫിക്കാണ്, കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. പക്ഷേ ഞാൻ ഈ മലയാളം കഴിഞ്ഞിട്ട് ഓപ്ഷനെ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് 2 കാര്യം പറയാം. നമ്മളൊരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ പഴയ ഇതിൻ്റെയൊക്കെ മാർക്കുകൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യം നമ്മൾ നോക്കേണ്ടത് നമുക്ക് മെറ്റീരിയൽ അവൈലബിലിറ്റി. 2, ആ മെറ്റീരിയൽ അവൈലബിലിറ്റിയോടൊപ്പം തന്നെ നമുക്ക് ഗൈഡൻസ് കിട്ടണം. ഒരു സബ്ജക്റ്റ് സ്പെസിഫിക് ഗൈഡൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് എടുക്കും. സ്കോറിംഗ് പാറ്റേൺ നോക്കണം. സ്കോറിംഗ് പാറ്റേൺ ഹയർ സ്കോറിംഗ് ഉള്ള സബ്ജക്ട്സ് ഉണ്ട്, അത് നോക്കണം. ഹയർ സ്കോർ കുറച്ചുകൂടെ സോളിഡ് ആയിട്ടുള്ള സബ്ജക്ട്സിന് സോളിഡ് ആയിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ചിന്തകളും അതിൻ്റെ അകത്ത് ഇപ്പോൾ ഫിലോസഫി, ആന്ത്രോപോളജി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇതൊന്നും വേണ്ടാത്ത സോളിഡ് ആയിട്ടുള്ള സബ്ജക്ട്സിന് നല്ല കറക്റ്റായിട്ട് അത്ര മാർക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് ആ ഒരു പാറ്റേൺ ഓവർ ദി ഇയേഴ്സ് നമ്മൾ നോക്കണം. ഇതൊക്കെയാണ് നമ്മളൊരു എന്താ പറയുക ഓപ്ഷൻ സബ്ജക്ട്സ് നോക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ കാര്യത്തിൽ അക്കാഡമിയായിട്ടൊക്കെ ബന്ധപ്പെട്ട ഈ പറയുന്ന ഹോസ്റ്റ് ചെയ്യുന്ന അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ട അവരതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അതോടൊപ്പം തന്നെ ഈ സബ്ജക്ട്സ് ഓപ്ഷൻ്റെ അകത്ത് ദയവ് ചെയ്ത് ഇതൊരു എല്ലാ കുട്ടികൾക്കും ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചിലരൊക്കെ പറയുന്നത് സാർ ഞാൻ സുവോളജി ആയിരുന്നു, ഞാൻ സിലബസ് എടുത്ത് വായിച്ചു നോക്കി, ഞാൻ പഠിച്ചതാണ് ഇതിൻ്റെ അകത്തൊക്കെ വന്നിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇന്ന സബ്ജക്റ്റാണ് എടുത്ത് എനിക്ക് പറ്റും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സിവിൽ സർവീസിന് മെയിൻസിനൊക്കെ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ 10 മാർക്കിൻ്റെ ഒരു ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏറ്റവും നല്ല ആൻസർ, ഏറ്റവും ബെസ്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്ന 5-5.5 മാർക്കൊക്കെയാണ്. ഏറ്റവും നിങ്ങൾ ടോപ്പാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നിന്ന് ഒന്നും കളയാനില്ല. അത്ര പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് 5.5 മാർക്ക് കിട്ടുന്നത് 10ക്ക്. എന്ന് വെച്ചാൽ 40% 4 മാർക്ക് തൊട്ട് നിങ്ങൾ നല്ല സ്കോറിംഗ് ആണെന്നുള്ളതാണ്. അപ്പം ഈ ചിലർക്ക് ഇന്ന് ചോദിക്കില്ല സുവോളജി എടുത്താൽ രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റ് ആയിരുന്നു ഞാൻ അതെടുത്താൽ രക്ഷപ്പെടുകയും. അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രിക്ക് എഴുതുന്നതല്ല തരുന്നത്.
ഡിഗ്രിക്ക് നിങ്ങളൊരു സെന്റൻസ് എഴുതിയിട്ട് പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ബുക്കർ ടി വാഷിംഗ്ടനെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ കളിയാക്കി പറയുന്നതാണ്. ബുക്കർ ടി വാഷിംഗ്ടൺ ഓഫ് ബുക്കർ ടി, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഡിഗ്രിയിൽ ഒരു പാറ്റേൺ ഉണ്ട്. നമ്മളിങ്ങനെ എഴുതി അതിൻ്റെ അകത്ത് ഗ്യാസ് അല്ലെങ്കിൽ കുറച്ച് കത്തി കയറ്റി എഴുതിയാണ് നമ്മുടെ അധ്യാപകർ മാർക്ക് നമ്മൾ തരും. പരീക്ഷയുടെ 3 ദിവസം മുമ്പ് നിങ്ങൾ പോയി എഴുതിയാൽ നിങ്ങളുടെ ഡിഗ്രി പരീക്ഷ 3 ദിവസം മുമ്പ് എന്തെങ്കിലും വായിച്ചു പോയാലും ഡിഗ്രി പരീക്ഷ എഴുതിയിരിക്കും. ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ആൻസറിന് 10ൽ 5 കിട്ടൂ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സെന്റൻസ് ആദ്യം പറഞ്ഞതിനെ ഒന്ന് ക്വാളിഫൈ ചെയ്ത് അഡ്ജക്റ്റീവ് കൊടുത്ത് രണ്ടാമത് അവർ വെട്ടിക്കളയും. കാരണം അവർക്ക് മാർക്ക് തരേണ്ട ബാധ്യതയില്ല. അതല്ല നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ പഠിച്ച ഓപ്ഷൻ ഞാനത് വായിച്ചിട്ടുണ്ട്, എനിക്കറിയാമെന്ന് പറഞ്ഞു എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ അങ്ങനെ ഒരു കാര്യമേ ശ്രദ്ധിക്കണം. കാരണം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ സയൻസ് സബ്ജക്ട്സ്, കേരളത്തിലുള്ള ഒരു സയൻസ് സബ്ജക്ട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ട ആൾക്കാരെന്ന് പറയുന്നത്, കാരണം പേപ്പർ വാല്യുവേഷൻ ഒരു കമ്പാരിസണാണ്. തൊട്ടടുത്തിരിക്കുന്നവരുടെ പേപ്പറിൽ ഒരു ടീച്ചർ പേപ്പർ നോക്കുമ്പോൾ തൊട്ടുമുമ്പിരിക്കുന്ന പേപ്പർ ബ്രില്യൻ്റ് ആണെങ്കിൽ അയാളുടെ സ്റ്റാൻഡേർഡ് അതാവും. നിങ്ങളുടെ പേപ്പർ വരുമ്പോൾ അയാൾ ആ സ്റ്റാൻഡേർഡ് നോക്കിയായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു അവസ്ഥ നിങ്ങൾ സയൻസ് സബ്ജക്ട്സ് എടുക്കുന്ന നോർത്ത് ഇന്ത്യൻസ്, പ്രത്യേകിച്ച് IITs ഒക്കെ ആയിട്ട് നിങ്ങൾ ഒക്കെ ആയിട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ ഇതൊരു ഫാക്ടറാണ് ഓപ്ഷൻ എടുക്കുന്നത്. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന ആരുമായിട്ടാണ്. കാരണം എല്ലാ വർഷവും നിങ്ങൾക്കറിയാം നമ്മുടെ എന്താ പറയുക ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ നിന്നൊക്കെ എഴുതി കഴിഞ്ഞവരൊക്കെ ഇത് എഴുതുന്നുണ്ട്, സുവോളജി ബയോളജി ഒക്കെ എടുത്ത് എഴുതുന്നുണ്ട്. നിങ്ങൾ ആരോട് കോമ്പീറ്റ് ചെയ്യുന്നുള്ളതും വിഷയമാണ്. അവൈലബിലിറ്റി, ആരോട് കോമ്പീറ്റ് ചെയ്യുന്നു, പിന്നെ മാർക്കിംഗ് പാറ്റേൺ, ഗൈഡൻസ് പാറ്റേൺ, ഇതൊക്കെയാണ് നിങ്ങൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം പണ്ടൊരു കാലഘട്ടത്തിൽ ഓപ്ഷൻസ് അധികം വാല്യൂ ഒക്കെ പേപ്പറിലേ ഉള്ളൂ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഓപ്ഷൻ എഴുതിയാൽ മതിയായിരുന്നു. നല്ല 2 ഓപ്ഷൻ എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യുന്നൊരു എക്സാം ആയിരിക്കും. ഇപ്പോൾ ഓപ്ഷനേക്കാൾ കൂടുതൽ സ്റ്റഡീസിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ്റെ കാര്യത്തിലേ ഉള്ളൂ. അവൈലബിലിറ്റി നോക്കുക, അക്കാഡമിക് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കുക, കറക്റ്റ് ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ള ഇവിടെ നോക്കുക. ഇതൊക്കെയാണ് ജനറലി നോക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഞാനിത് പഠിച്ചു എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു എന്ന് ആരും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് റാങ്ക് ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ റാങ്ക് കൂടുതൽ. അഥവാ ഈ കൂട്ടത്തിൽ ആരെങ്കിലും റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അത് മോശം പറയുന്നത് എല്ലാവരും നമ്മൾ ബഹുമാനിക്കും. നമുക്ക് അവരോടൊന്നും പിടക്കമില്ല, ഒക്കെ നല്ലതാണ്. പക്ഷേ ഓപ്ഷൻ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. നമ്മൾ മണ്ടത്തരം കാണിക്കരുതെന്ന് പറയാൻ വേണ്ടി ഇതൊക്കെ മിത്തുകളാണ്. നിങ്ങൾക്ക് എപ്പോഴും സിലബസ് എടുത്ത് നോക്കിയാൽ ഞാൻ മാത്സിൽ കൊള്ളായിരുന്നു, ഞാൻ സുവോളജി കൊള്ളായിരുന്നു, ഞാൻ പൊളിറ്റിക്കൽ കൊള്ളായിരുന്നു, അതൊന്നും അല്ല ഇതിൻ്റെ കൺസിഡറേഷൻ. ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയയാണ് ഓപ്ഷൻ വരുന്നത്. നമ്മളിവിടെ ഏതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുക്കുന്നത്? ഈ പറയുന്ന ഗ്രീവ് BS IAS ഒക്കെ ആണെങ്കിൽ മലയാളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു വന്നപ്പോഴത്തേന് ഞാൻ പ്രിലിമിനറിയോട് കൂടി ഞാനത് നിർത്തിയായിരുന്നു. ബാക്കിയുള്ളതൊക്കെ എനിക്ക് സർവീസ് കിട്ടിയെങ്കിൽ വെറുതെ ഞാൻ പറഞ്ഞു പോകുമായിരുന്നു. ഇവിടെ ഒരാൾ ചോദിച്ചത് ഇൻ്റർവ്യൂ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാനത് പറയാം. ഇൻ്റർവ്യൂ എക്സ്പീരിയൻസിനെ കുറിച്ച് എന്നും എനിക്ക് പറയാൻ വളരെ താല്പര്യമുള്ളൊരു സംഭവം. ചിലർക്കെങ്കിലും അത് കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക ഇച്ചിരി വലിച്ചു നീട്ടി പറയുകയാണെന്നൊക്കെ തോന്നും. പക്ഷേ എന്നാലും അത് കേൾക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള എലമെൻറ്റ്സ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇത് കേട്ട് കഴിയുമ്പോൾ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ മിത്തുകളൊക്കെ തകരും. പറയുന്നതിന് ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ നാളെ ഏതെങ്കിലും സിവിൽ സർവൻറ്റ് അല്ലെങ്കിൽ സർവീസിലുള്ള ആളെ പരിചയപ്പെടുമ്പോൾ ഇയാൾ ഇങ്ങനെ പറഞ്ഞൊന്നും പറയരുത്. കമ്പാരിസൺ നിങ്ങൾക്കാക്കാം, എന്നാൽ പോലും ഒരു ഹെൽത്ത് രീതിയിൽ മാത്രം അതിനെ കമ്പയർ ചെയ്യും. എൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഇൻ്റർവ്യൂ നടക്കുന്നത് മറ്റൊരു സ്ഥലത്തോട് UPSCയുടെ എക്സാം നടത്തി. എക്സാമിൻ്റെ സെൻറ്ററും പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഇവിടെ വന്നാൽ ഇൻ്റർവ്യൂ എപ്പോഴും ഡൽഹിയിലാണ്. അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മളിവിടുന്ന് ഫ്ലൈറ്റോ ട്രെയിനോ ഒക്കെ പിടിച്ച് അവിടെ പോയി കാത്തുകെട്ടി കിടന്ന് നമ്മൾ ഇൻ്റർവ്യൂ ആണ്. നമുക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കവിടെ UPSC അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേന് നമ്മളെ ചെക്കൊക്കെ ചെയ്ത് വളരെ അകത്തോട്ട് കയറ്റി വിടുന്നു. ചായയൊക്കെ തരുന്നു, 2 ഫോമൊക്കെ ഫില്ല് ചെയ്യുന്നു. ആദ്യം അവർ ചോദിക്കുന്ന ചെക്കൊക്കെ ഉണ്ട് അവിടെ ചോദിക്കുന്നത് നമ്മുടെ TADA ഫോമാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ കാശി അഡ്വാൻസ് ആയിട്ടാണ്. പിന്നത്തേക്കൊന്നും വെക്കുന്ന ഒരു സ്വഭാവം നോക്കില്ല. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ചിലവായ പൈസയൊക്കെ വളരെ ഹൃദ്യമായിട്ടുള്ള ഇതാണ്. നമ്മളെ എല്ലാ സ്റ്റേജിലും നയിക്കാനായിട്ടുള്ള ആൾക്കാർ. ബാക്കി ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന കാര്യം നമുക്കറിയത്തില്ല. എത്ര ഇൻ്റർവ്യൂ 6-7 ഇൻ്റർവ്യൂ ബോർഡുണ്ട്. അവിടെ വെച്ചാണ് അവർ നടക്കിയിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ ബോർഡിലേക്ക് തരുന്നത്. നമുക്ക്
പ്രൈമറി നമുക്ക് അറിയത്തില്ല എങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ കഴിഞ്ഞ ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് എന്തൊക്കെ ചോദിച്ചതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. ബെറ്റർ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കറിയാം വലിയ പ്രയോജനങ്ങളുണ്ട്. കാരണം അവർക്ക് എന്തും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചെല്ലുക. ഞാൻ ചെന്നിരുന്ന സമയത്ത് കുറേയധികം കുട്ടികളുണ്ടായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ അടുത്തിരുന്ന അതൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മളൊരു റൂമിൽ കൊണ്ടിരിക്കും, നമ്മൾ അണ്ടർ ഒബ്സർവേഷനാണ്. ഇതൊക്കെ നമുക്ക് ബോധമാണ്. പക്ഷെ നമുക്ക് ചില സമയത്ത് അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. നല്ല ഇന്ന് ഞാനിരിക്കുകയാണ്. കാരണം എനിക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസമാണ് തീരുമാനിക്കുന്നത് നമുക്കൊരു ടൈ കെട്ടണോ വേണ്ടോ എന്നുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നു. അങ്ങനെ ടൈ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ അവസാനം വേണം എന്ന് തീരുമാനിച്ചു. ഞാൻ ഒരു രാത്രി 9:30 നോയിഡയിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. ഒരു മാളിൽ ചെന്ന് രാത്രി ഒരു ടൈ ഒക്കെ എടുത്ത് ഗൂഗിളൊക്കെ അനുഭവം അങ്ങനെ കിട്ടുന്നതൊക്കെ പഠിച്ച് ഒരു വിധത്തിൽ ഒരു ടൈറ്റാക്കിയിട്ട് പോയി. അങ്ങനെ ചെല്ലുകയാണ്. അപ്പം ഞാൻ അങ്ങനെ ചെന്നിരിക്കുമ്പോൾ തന്നെ ടൈ കെട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരവസരത്തിൽ എല്ലാവരും കോട്ടിട്ടോളാണ്. എല്ലാവരും കോട്ടൊക്കെ ഇട്ട് വളരെ ഇതായിട്ടാണ്. അതിൻ്റെ അകത്ത് കഴിഞ്ഞ വർഷം സർവീസ് കിട്ടിയതുകൊണ്ട് അവരും അപ്പുറത്തൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ഈ ടൈയുടെ കാര്യം പറയുന്നതിൻ്റെ ഒരു പ്രധാന സാഹചര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട് മുൻകൊടുത്തോണ്ട് പോയി. അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം എത്രയോ ആൾക്കാർ ഇതുമായിട്ട് പോകുമ്പോൾ മുൻകൊടുത്ത് പോകുന്നതെന്നൊക്കെ പറയുന്നത് നോർമലായിട്ട് പോയിട്ടുണ്ടായിരിക്കും. ആ കഥകൾ ഞാനും കേട്ടിട്ടുണ്ട് നിങ്ങളുടെ കൂടെ. ഇതിൽ ഞാൻ അവിടെ പോയിരുന്നു, ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു, 1-2 പേരെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ ഓടി നടന്ന് പരിചയപ്പെട്ടു. തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ പരിചയം. അവർ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, ചായയൊക്കെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, സ്നാക്സ് ഒക്കെ ഉണ്ട്, ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. നമ്മൾ ഈ മറ്റേ ബ്ലഡ് കൊടുക്കാനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റൊക്കെ ഇവിടെ നല്ലതായിട്ട് തരണം. നമുക്ക് നമ്മളെ ഒരാൾ വിളിച്ചുകൊണ്ട് പോകുന്നു. ഒരു എന്നാണ്ടോടൊക്കെ 7 രൂപയുടെ ഇടനാടിക്കൂടെയൊക്കെ ചെന്നിട്ട് നമ്മളവിടെ നിർത്തുക, വെയിറ്റ് ചെയ്യണം. അവിടെ നിന്ന് യെസ് എന്ന് പറയുമ്പോൾ ചെന്നാൽ മതി. നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. മേക്കപ്പിനൊക്കെ ചോദിക്കണം. നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിക്കും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനത് തള്ളി തുറന്ന് ചെയ്യാം. നമുക്ക് മനസ്സിൻ്റെ ഒരു മനസ്സിലൊരു പിക്ചർ പോലെ ഞാൻ കയറി ചെയ്യുമ്പോൾ അതിൻ്റെ നേരെയാണ് അവരിയ്ക്കുന്നത് പറഞ്ഞത്. ഞാനങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ അങ്ങനെയല്ലായിരുന്നു. എൻ്റെ ഇടത് സൈഡിൽ ഞാനിങ്ങനെ അങ്ങോട്ട് ചെന്ന് എന്നോട് വിഷ് ചെയ്യും. ആസ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പെണ്ണുങ്ങൾ സ്ത്രീകളാണ് ചെയർമാൻ, ഇല്ല സ്ത്രീകൾ ചെയർമാൻ അല്ലേ കൂടി ഉണ്ടെങ്കിൽ അറിയാവുന്ന വിഷയമാണ്. ബാക്കി എല്ലാവരും ഗുഡ് മോർണിംഗ് സർസ് ഒക്കെ പറയാം. നമ്മൾ സാധനമൊക്കെ ഇതെല്ലാം പറഞ്ഞു. അപ്പം നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വാച്ചൊക്കെ മേടിച്ചു, ആ സെക്യൂരിറ്റിയൊക്കെ ആൾക്കാരെ മേടിച്ചു. വാച്ചില്ല, അങ്ങനെ പേനയില്ല, ഒന്നുമില്ല. നമ്മൾ ഒന്നുമില്ല. നമ്മൾ നേരെ കയറി ചെയ്യണം. നമ്മൾ ഡ്രസ് മാത്രം നമ്മൾ കയറി ചെയ്യും. അപ്പോൾ സാധാരണ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ മുകേഷൊക്കെ സിനിമയിൽ ഇൻ്റർവ്യൂ നോക്കുന്നതൊക്കെ ഒരു ഫയലൊക്കെ ആയിട്ടുള്ള പഴയ സിനിമകൾ ഇപ്പോഴും ഉണ്ട്. ഇൻ്റർവ്യൂ പോകുമ്പോൾ നമ്മുടെ ബയോഡേറ്റയൊക്കെ എടുത്തുകൊണ്ട് പോകണം. അങ്ങനെ സാധനങ്ങളൊന്നും നമ്മൾ പോകുന്നില്ല. ബയോഡേറ്റയൊക്കെ നമ്മൾ പുറത്ത് വെച്ച് അവരുടെ പേപ്പറൊക്കെ ഓൾറെഡി കൊടുത്തു, അവരുടെ കയ്യിലുണ്ട്. നമ്മളവിടെ ചെയ്യും. നമ്മളവിടെ ചെന്നിട്ട് പറഞ്ഞ സീറ്റൊക്കെ എടുക്കാൻ ഞാനിങ്ങനെ ശരിക്കും വിറയിലുണ്ട്. തൊണ്ടയൊക്കെ ഇച്ചിരി ഡ്രൈ ആയി, ശരിക്കും ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഒരു 5 പേരാണ്. അപ്പം ലേഡി അൽക്ക സിരോഹി, മേഡം അൽക്ക സിരോഹി എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. പുള്ളിക്കാരിയാണ്. പുള്ളിക്കാർ വളരെ ഗാംഭീര്യമുള്ളൊരു മേഡം. പുള്ളിക്കാർ വളരെ ഇതായിട്ട് ഞാനിങ്ങനെ ഗാംഭീര്യമുള്ള മാഡം എന്നൊക്കെ പറയും. മാഡം എന്നൊക്കെ സ്ട്രെസ് ചെയ്യുന്ന ഇൻ കേസ് പുറത്ത് പോയി കഴിഞ്ഞാൽ മാഡം തന്നെ വിളിച്ചു വളരെ റെസ്പെക്ട് ചെയ്യുന്ന അറിയുന്നതാണ് പറയുന്നത്. പല സാറന്മാരൊക്കെ അപ്പുറത്തിട്ടുണ്ട്. അതിലെനിക്ക് അറിയാവുന്ന സാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് വേറെ ഉള്ളൊരു മെമ്പറിനെ എനിക്ക് അറിയാവുന്നത് നമ്മുടെ ഒരു IFS ഫോർമർ IFS TP ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. പുള്ളിയുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പം ഇങ്ങനെ ഇനീഷ്യലി ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് യുവർ റിലേഷനാണ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളിരിക്കുന്നു. നമ്മളോട് ഇങ്ങനെ ചോദ്യം ചോദിക്കും. നമ്മൾ ആദ്യത്തെ ആളൊരു ചോദ്യം ചോദിക്കുന്നു. ആദ്യം ചോദിച്ചത് കൊമേഴ്സ് ആണ് ഓപ്ഷൻ. എൻ്റെ ഓപ്ഷൻ ഇതിൽ പറഞ്ഞത് MCOM-കാരനാണ്. അപ്പം എന്നോട് ആദ്യത്തെ ചോദ്യം ചോദിച്ചത് വാട്ട് ഈസ് പ്രോഫിറ്റ് എന്നാണ് ചോദിച്ചത്. ഈ വാട്ട് ഈസ് പ്രോഫിറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഈ ചോദിച്ച സ്പോട്ടിൽ എനിക്കറിയാം ഞാൻ എത്ര വലിച്ചിട്ട് എക്സ്പ്ലനേഷൻ പറയുന്നതല്ല അവർക്ക് വേണ്ടത്. അവരുദ്ദേശിക്കുന്ന ആൻസർ എനിക്കില്ലെന്ന് എനിക്ക് ഓൺ ദ സ്പോട്ട് പിടി കിട്ടിയതുകൊണ്ട് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു.
പക്ഷെ അതൊരു എന്താ പറയുന്നത് സംഭവന്റെ നമ്മുടെ ഒരു സംഭവം ഇതിൽ വാട്ട് ഈസ് പോസിറ്റീവ് സിംഗിൾ സെന്റൻസിൽ ഏറ്റവും ഡെപ്തിൽ അറിയാവുന്ന കോർ കൺസെപ്റ്റ് ഡെപ്തിൽ അറിയാവുന്ന ഒരാളുടെ ആൻസറാണ് അവർക്ക് വേണ്ടത്. അല്ലാതെ ഒരു സാധനം വിട്ടിട്ടുമ്പോൾ ഇങ്ങനെ വരുന്നു അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു പഠിപ്പിക്കാനല്ല, അവരെ പഠിപ്പിക്കാനല്ല. ഇത് എനിക്ക് ഇത്രയും ബോധം എനിക്കുണ്ടായിരുന്നു ഞാൻ അറിയത്തില്ല. രണ്ടാമത്തെ ചോദ്യം ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അതൊന്നും എനിക്കറിയത്തില്ല. അപ്പോഴത്തെ വീട്ടിൽ മോഡൽ ഒരു സൈഡിൽ ഇരുന്ന ആള് രണ്ട് ചോദ്യം ഇല്ല, അടുത്ത ആളോട് അടുത്ത ആളെന്നോട് ചോദിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ആലപ്പുഴ. ഓക്കെ, ആലപ്പുഴയിൽ ഇങ്ങനെ സീസൺ ഏതാണെന്ന് ചോദിച്ചു. എന്താണ് ടൂറിസത്തിന്റെ ഹൗസ് ബോട്ടിങ്ങിന്റെ ഒക്കെ സീസൺ ഏതാണെന്ന് ചോദിക്കും. ഞാൻ പറയുന്നു അത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വരും. സ്കൂൾ അടയ്ക്കുന്ന സമയം കറക്റ്റ് ആൻസർ ആണെങ്കിൽ എത്ര ബോട്ടുകളുണ്ട്. ഇത് ഞാൻ എങ്ങനെ വിട്ടിരുന്നിട്ട് ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് പറയാൻ കിട്ടുന്ന സാധനം ഞാൻ ഇങ്ങനെ എടുത്ത് കുടങ്ങിയിരുന്നില്ല. ഇതൊക്കെ ഒറിജിനൽ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എത്ര ബോട്ടുകളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയും? കുറേയധികം ബോട്ടുകളുണ്ട്. അതിൻ്റെ അകത്ത് പിന്നെ സർക്കാരിൻ്റെ എത്ര ബോട്ടുണ്ടല്ലോ. ഇപ്പൊ സർക്കാർ എപ്പോഴും പാവപ്പെട്ടവരായിരുന്നു. ഞങ്ങളുടെ സർക്കാരിൻ്റെ 4 ബോട്ടുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് എനിക്ക് ഉറപ്പാണ് ഓൺ ദ സ്പോട്ട് അവർ ചെക്ക് ചെയ്തിരുന്നത്. ഒരു 4 ബോട്ടുണ്ട്. അതിനകത്ത് നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് പിന്നെ ബുക്കിംഗ് വേണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതങ്ങ് പോയി. ബോട്ടിൻ്റെ കാര്യങ്ങൾ ഏകദേശം വലിയ കുഴപ്പമില്ലാതെ ആലപ്പുഴ ടൂറിസം മേഖലയൊക്കെ പോയി. അത് ആ ഒരു പിന്നെ രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നവോദയം പഠിച്ചിട്ടുണ്ട്. അത് ഫാമിലി ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അങ്ങനെ നവോദയയിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് ഞാൻ നവോദയം പഠിച്ചുകൊണ്ട് 2 വർഷം ഉത്തർപ്രദേശിൽ പഠിച്ചു. 9 പഠിച്ചുകൊണ്ട് ജാൻസി എന്ന് പറയുന്ന സ്ഥലത്താണ്. ജാൻസി റാണി ലക്ഷ്മിബായി വരുന്നത്. അപ്പം എൻ്റെ ബയോഡേറ്റയിൽ ഇതോടുന്നുണ്ട് എന്നോട് ചോദിക്കുന്നത് അവിടെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഉണ്ട്, എത്ര തവണ പോയിട്ടുണ്ട്? ഞാൻ പറഞ്ഞു 10 തവണ പോയിട്ടുണ്ട്. അപ്പം സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുമായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഒരു തവണയെ കൊണ്ടുപോയിട്ടുള്ളൂ സ്കൂളിൽ. ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെ ഒരു 10-30 ഏതെങ്കിലും ലോറിയിലൊക്കെ ആ പ്രായമുണ്ടോ 9-10 വിചാരിക്കരുത്. 9-10 ലോറിയിലൊക്കെ പോയി നഷ്ടപ്പെടുത്തി നമുക്ക് കയറാൻ പറ്റുമോ? ഈ യുപിയാണ് നമ്മൾ ചെയ്യും. അത് നമ്മൾ ചെയ്തു. നമ്മൾ 9 ആളുകൾ ഇപ്പം ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞു ഇങ്ങനെ പോലെ ചെയ്തു. നമ്മളോട് ഒരാൾ ചോദിച്ചു പിന്നെ അവിടെ ഒരു സ്പോട്ടുണ്ട് റാണി നിൽക്കുന്ന, അതായത് കുതിരപ്പുറത്ത് ചാടിയ സ്പോട്ട്, അതൊക്കെ അറിയാൻ ചോദിച്ചു. ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞു ഒരു സ്പോട്ട് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും. അതെനിക്ക് അത്ര ഇമ്പോർട്ടൻറ്റ് മജസ്റ്റിക് ആയിട്ട് തോന്നാൻ അത്ര ഒരു പ്രായമില്ലെന്ന് അവരെന്നോട് ചോദിച്ചത്. അത് ഭയങ്കര മജസ്റ്റിക് സ്പോട്ടല്ലേ എന്ന് ചോദിച്ചു. മജസ്റ്റിക് ആയിട്ട് തോന്നാൻ മാത്രം എനിക്ക് ചിന്താശേഷിയുള്ള ഒരു കാലഘട്ടമല്ലായിരുന്നു. 9-ാം ക്ലാസ് പഠിക്കുന്ന ഒരാൾക്ക് അത്രയും തോന്നുന്നത് അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇവർ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ആത്മാർത്ഥമായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾക്ക് മാത്രം എനിക്ക് ഉത്തരവുണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ സെൽഫായിട്ട് ജനറേറ്റ് ചെയ്യേണ്ടതിന് എന്തെങ്കിലും ഉത്തരങ്ങളൊന്നുമില്ല. കുറച്ച് സത്യസന്ധമായ കുറച്ച് ഉത്തരങ്ങൾ, അല്ലാതെ എന്താ പറയുക അക്കാഡമിക്ക് ചോദിച്ചതോ. പിന്നെ ഒരു ചോദ്യം ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ സർവീസ് ചെയ്യുന്നത് നമ്മളുടെ സർവീസ് ഫേസ്ലെസ് ആണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. നമ്മളൊരു സർവീസ് ചെയ്യുന്നത് ഫേസ്ലെസ് ആണ്, നമുക്ക് മുഖങ്ങളില്ല സിവിൽ സർവീസ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. കോംപ്ലിക്കേറ്റ് പറഞ്ഞു സിവിൽ സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യും, നിങ്ങളൊരു നല്ല പ്രവർത്തിക്കുന്നു, നിങ്ങളാണ് ആരോടും പറയുന്നില്ല, നിങ്ങൾ ആരോടും പറയുന്നില്ല, നിങ്ങളായിട്ട് ചെയ്യുന്നു, നിങ്ങളുടെ വഴി. അതാണ് നമ്മൾ ചെയ്യുന്ന നാട്ടുകാരറിയുന്നത്, പക്ഷെ നമ്മൾ ചെയ്യുന്നത് അതാണ് ഫീസ്ലെസ് സിവിൽ സർവീസ്. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ശരി നമ്മൾ ഒരു പക്ഷേ ഞാൻ ആ റൂമിൻ്റെ വെളിയിൽ ഇറങ്ങി വന്നിട്ട് എനിക്കങ്ങനെ ഞാൻ ഇതിനെ ചിന്തിക്കണമായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ഞാൻ കരുതിയേക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും പറ്റില്ല. ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവിടെ ചെല്ലിക്കുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തൊന്നും നിങ്ങളോട് ചോദിക്കത്തില്ല. അതാ പ്രിപ്പയർ ചെയ്ത് സുഖമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പേടി ഉണ്ടാകും. ചില സൗണ്ട് പോലും ഇതിലോട്ട് വരും. ഇതാണ് അതിൻ്റെ രംഗം. പിന്നീട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ ഓർക്കുന്നത് എല്ലാം നമ്മൾ ഓർക്കുന്നില്ല. പിന്നീട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇവിടെ 12ാം ക്ലാസ്സിലുള്ള ഒരു ആളൊക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ആ അനിയന്മാർ തൊട്ട് അനിയത്തിമാർ തൊട്ട് ഞാൻ പറയുന്നത് എല്ലാവരും നിങ്ങൾ ഒരിക്കൽ പോകുമ്പോൾ സിവിൽ സർവീസിൻ്റെ ബയോഡേറ്റയിൽ നിങ്ങളൊരു ഹോബി എന്ന് പറഞ്ഞൊരു പാർട്ട്, ഹോബി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഹോബിയെക്കുറിച്ച് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചില്ല. അവർ ഈ ഹോബിയെക്കുറിച്ച് ഒരുത്തം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ് അവർ ചോദിക്കാറുണ്ട്. പക്ഷെ അല്ലാത്തൊരുത്തനാണെങ്കിൽ
ചോദിക്കുന്നൊരു അവസരങ്ങളാണ്. അങ്ങനെ വന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു ചോദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് ഫുട്ബോളാണ്. ഞാൻ എഴുതിയത് വാച്ചിങ് ആൻഡ് പ്ലേയിങ് എന്നാണ് ഞാൻ എഴുതിയത്. എന്തോ തോന്നി വാച്ചിങ് ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലേയിങ് ആൻഡ് വാച്ചിങ് കൊണ്ട് തന്നെ വാച്ചിങ് ആൻഡ് പ്ലേയിങ് എന്ന് എഴുതി. അപ്പം അതിനെ സംബന്ധിച്ച് കുറേയധികം ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികളൊക്കെ ഇൻക്ലൂഡിലുണ്ട്. അവരെ സംബന്ധിച്ചുള്ള സ്പോർട്സ് എന്ന് പറയുന്ന അത്ര താല്പര്യമുള്ള ഒരു വിഷയമാണ്. ബാക്കിയുള്ളതൊക്കെ അറിയാം. നമുക്ക് പല പല ലീഗുകളുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ജർമ്മൻ ബുണ്ടസ്ലീഗ, അങ്ങനെ കുറച്ചേറെ ഫുട്ബോൾ ലീഗ് ഞാനെല്ലാം വാച്ച് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഒരിക്കലും എനിക്ക് മിസ്സാകുമ്പോൾ പൂർണ്ണമായും ബോധ്യമുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ പോയി അത് മാത്രമാണ് ഞാൻ ആ ഇന്റർവ്യൂവിൽ വളരെ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സ്. അത് എന്നോട് ചോദിച്ചത് ചെയർമാൻ മാത്രമായിരുന്നു. ഒരു ഏകദേശം 10-12 മിനിറ്റോളം അത് തന്നെ ചോദിച്ചു. അതിനെല്ലാം ഒരു വർണ്ണം പോലും മിസ്സാകുന്ന കറക്റ്റായിട്ട് ഞാൻ ഇന്റർവ്യൂവിൽ ഏറ്റവും നല്ല പാട്ടെന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ കുറിച്ച് ചോദിച്ചായിരുന്നു. വേറെ ചോദിച്ചു ഒന്നിനും എനിക്കതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. കാരണം എനിക്ക് കഴിയുന്നതില്ല. മാനിപ്പുലേറ്റ് ചെയ്യാൻ എന്നാലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനേക്കാളും വളരെ പതറ്റിക്കായിട്ട് പോകുന്നൊരു സംഭവമായിരുന്നു. ഇന്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഇതൊക്കെയാണെന്ന് തോന്നുന്നത്. അങ്ങനെ വലിയതായിട്ടുള്ള എക്സ്പീരിയൻസ് ഇതൊക്കെയാണ് അതിൽ നടന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്നത് ഈ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ നാളെ കഥകൾ കേൾക്കും. എന്നോട് ഇന്നത് ചോദിച്ചു, അപ്പോൾ ഞാൻ ഇന്നത് ആൻസർ കൊടുക്കും. അപ്പം പെർഫെക്റ്റ് ആൻസർ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊന്നും സംഭവിക്കാറില്ല. അത്ര പെർഫെക്ഷനായിട്ട് നമ്മളൊന്നും നടക്കാറുണ്ട്. നിങ്ങളവിടെ പോയിരിക്കും, നിങ്ങൾ വീട്ടിൽ ഇപ്പം തൊണ്ടയിൽ വെള്ളമൊന്നുമില്ല, ഗ്ലാസ് കിട്ടുകയായിരുന്നു, ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കുടിക്കാനുള്ളൊരു അവസരമില്ല. ഞാൻ എൻ്റെ ലാസ്റ്റ് വേറെ സംഭവം ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തിരിച്ചു പോരാൻ നേരത്ത് ഞാൻ മേശപ്പുറത്തിരുന്ന എല്ലാം കഴിഞ്ഞു. മേശപ്പുറത്തൊരു അവർ ഇതിൻ്റെ ഇടയ്ക്ക് വളരെ നൈസായിട്ട് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, എൻ്റെ ഫ്രണ്ടിലൊരു ഫയലില്ലായിരുന്നു. പക്ഷെ ഇത് ആര് കൊണ്ടുവച്ചാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഈ ഇടയ്ക്കത്തെ ഒരു സമയത്ത് നോക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് ആളൊക്കെ ഇങ്ങനെ താടിക്ക് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് സൈഡിലെ മോദം ഞാൻ ഇങ്ങനെ ഒന്ന് ഇച്ചിരി നിന്ന് വെള്ളം വേർത്തുണ്ട്. അവരൊക്കെ കിടക്കും. എനിക്ക് മടുത്തിട്ടാണോ എന്താണോ അവരുടെ സ്ഥിരം ജോലി എങ്ങനെയാണോ നമുക്കറിയില്ല. ഈ ഞാൻ പറഞ്ഞ ഐഫുകാരൊക്കെ ഉണ്ട്, ആ ആപ്പിലേക്ക് ഇങ്ങനെയൊക്കെ കിടക്കും. നമുക്ക് നമ്മളെ ഒരുമാതിരി എന്താ പറയുക, നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആയി പോകുന്ന ഒരു രീതിയിലാണ്. അപ്പം നമ്മൾ ഇങ്ങനെ നമ്മളൊരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നമ്മൾ പറയില്ലോ, നമ്മൾ എന്താ പറയുന്നത് സഖാവ് നെട്ടൂരാൻ വിളിച്ചിട്ടുള്ളപ്പോൾ ഇല്ലാവും വേറെ ആരും വിളിച്ചിട്ടില്ല ഒരു മട്ടി മനസ്സിൽ നമുക്കത് കാണിക്കാൻ പറ്റില്ല. കാരണം കാണിച്ചു കഴിഞ്ഞാൽ അവർ അതിൽ മാർക്ക് കുറച്ചിട്ട് നമ്മളൊന്നും ചെയ്തില്ല. പക്ഷെ ഒരു നെഗറ്റിവിറ്റി വന്നായിരുന്നു. അവസാനം ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പോരാൻ വരുന്ന ഒരു ഫ്രണ്ടിലൊരു ഫയൽ അത് കൊണ്ടുവച്ചാൽ ഇന്നും എനിക്കറിയില്ല. നമ്മളെപ്പോഴും ഞാൻ ആദ്യം പ്രസക്തമായിട്ടൊരു കാര്യം പറഞ്ഞു, നമ്മളെല്ലാം ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ബയോഡാറ്റ ഒരു ഫയലിനോട് വരും. ഞാൻ പോകുന്നിടത്ത് എണീറ്റിട്ട് താരിഖൊക്കെ പറഞ്ഞിട്ട് ഈ ഫയൽ തിരിച്ചെടുത്തു. അപ്പൊ ഈ ചെറുവേനോട് ഇറ്റ്സ് മൈൻ എന്ന് പറഞ്ഞു. ഞാൻ സോറി മാം, സാധാരണ ഇങ്ങനെ വരാറുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത്, സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ചെയ്തു പോയതാണ്. ഇതാണ് എൻ്റെ ഇന്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ്. എന്നോട് വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല. ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഒരു നിങ്ങളുടെ ഒരു ഞാൻ ഓർക്കുന്ന കാര്യം പറയാം, വലിയൊരു ചോദ്യം ചോദിച്ചായിട്ട് പറയുന്നത് ആധാർ കാർഡിന്റെ സെക്യൂരിറ്റി ഇഷ്യൂസ്. ഒന്നും അത് വായിക്കുന്ന പോലെ ആധാർ കാർഡിന് അതൊക്കെ നോക്കിയൊരു സമയമായിരുന്നു അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് സെക്യൂരിറ്റി കൺസേൺ ഉണ്ടാകുമ്പോൾ എന്നോട് പറഞ്ഞു കണ്ടോ എൻ്റെ ഇത് എല്ലാവരും എടുത്ത് എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ പറയുന്നത് അത് കുഴപ്പമില്ല അങ്ങനെ കുറേ അനുഭവങ്ങൾ. ഇപ്പം 4 വർഷത്തോളമായിരുന്നു എനിക്ക് അത്ര ഒരു ഓർമ്മയില്ല. പക്ഷെ ഇന്റർവ്യൂ പൊതുവെ നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി, കുറേയധികം പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകണം. ഇതൊക്കെ അറ്റ്ലീസ്റ്റ് ബയോഡാറ്റ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ നീല പാൻറ്റും വെള്ള ഷർട്ടിന് ചുവന്ന ടൈ ചേർത്തുള്ളൂ എന്നൊക്കെ നിങ്ങൾ കേൾക്കും. ഇങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ കേൾക്കും. ഒരു പരിധി വരെ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. അതൊക്കെ നമ്മൾ സ്വകാര്യമായിട്ടുള്ള നമ്മുടെ തീരുമാനങ്ങൾക്ക് വിടുകയാണ്. പക്ഷെ ഈ ബയോഡാറ്റ പാർട്ടിൽ ഒരിക്കലും കള്ളത്തരം പറയാം. ബിക്കോസ് ബയോഡാറ്റ പാർട്ടിൽ നിങ്ങൾ എവിടെയെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ അത് നിങ്ങൾ ഓൾറെഡി എഴുതി കൊടുത്തു, നിങ്ങൾ കുടുങ്ങാനുള്ള സാധ്യത കൂടുതൽ. കള്ളത്തരം പറയുമ്പോൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു പാർട്ടിയാണ് ബയോഡാറ്റ. അഥവാ അവിടെ ഇംപ്രസ് ചെയ്യുന്നതിൽ
കള്ളത്തരം പറയണമെങ്കിൽ നന്നായിട്ട് റിവേഴ്സ് ചെയ്യും. നാളും നമ്മൾ വീഴും. അതിനേക്കാളും നല്ലത് ബയോഡേറ്റ വരുമ്പോൾ ഹോബി ഇല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് വിഷയമൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ ചിലർക്ക് നിങ്ങൾ പറയാൻ പറ്റില്ല, നിങ്ങൾ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കും. അവരുടെ ഈ ഗ്യാപ്പ് എങ്ങനെ വന്നത്? സത്യത്തിൽ നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ പറയും പറയുന്നത് പ്രൈവറ്റ് ഞാൻ തൊഴിൽ പറയണമെന്ന് പറയുന്നത് ഞാൻ പഠിക്കുമായിരുന്നു. അപ്പം അവരൊക്കെ നിങ്ങൾ ഇവിടെ ജോലി ചെയ്തിട്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ കടത്തുന്നതെന്ന് പറയുന്നുള്ള കാര്യം പറഞ്ഞിരിക്കുക. ഇതൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു പഴയ സുഹൃത്ത്, സുഹൃത്തൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട്. 4 വർഷത്തിന് ശേഷം കാണുകയാണ്. ഇത് ഞാൻ ഇതിലത് പലരും കാണും. പഴയ 4 വർഷം പറഞ്ഞ അതേ കഥകളാണ്, പുതിയ കഥകളൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് വളരെ ബൗദ്ധത്തിലുണ്ടെന്ന് നോക്കാൻ. മലയാളത്തിൽ ഓക്കെ, ഇതൊരു ചോദ്യമുണ്ട്, മലയാളത്തിലാണ് ഇൻ്റർവ്യൂ എന്ന്. മലയാളത്തിൽ ഇൻ്റർവ്യൂ നമുക്ക് കൊടുക്കാം, പ്രൊവൈഡഡ് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും. അത് നേരത്തെ പിന്നെ മെയിൻസ് ക്ലാസ് ആകുമ്പോൾ ഒരു ഫോം ഒക്കെ എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ അവർ ട്രാൻസ്ലേറ്റർ എത്തിക്കും. ട്രാൻസ്ലേറ്റർ എത്തുന്നിട്ട് നമ്മൾ പറയുന്നത് തന്നെയാണ് ട്രാൻസ്ലേറ്റർ പറയുന്നെങ്കിൽ മാർക്കൊക്കെ കിട്ടും. എന്നാൽ നമ്മുടെ പറയുന്ന കറക്റ്റും ആയിരിക്കും, അവർ അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. കുഴപ്പമില്ല. നമുക്ക് വൈസ് ചാൻസലർ നമ്മുടെ വലിയ ആൾക്കാരൊക്കെയാണ് ട്രാൻസ്ലേറ്റർ, അല്ലാതെ ആരെങ്കിലും പിടിച്ച് ഇരുത്തുന്ന സ്വഭാവമൊന്നുമില്ല. കറക്റ്റായിട്ട് കിട്ടുന്നതാണ് സാധാരണ. ഓക്കെ സർ, ഹൗ മച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇസ് കറണ്ട് അഫയേഴ്സ്, ഹൗ ഷുഡ് ബി ലേൺ ദാറ്റ്? കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് ഞാൻ തന്നെ പറയട്ടെ. എൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ രീതികൾ യൂണിവേഴ്സിലല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നത് നോർമലായിട്ട് നടക്കുന്ന സ്റ്റാൻഡേർഡ് ഫോണ്ടാണ് കറണ്ട് അഫയേഴ്സിൻ്റെ. കറണ്ട് അഫയേഴ്സിൻ്റെ അകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് സാധാരണ ചെയ്യുന്നൊരു സാധനം, ചില പാരാമീറ്റേഴ്സ് നമ്മളിപ്പോൾ മാർക്കറ്റ് ചെയ്യണം. ഇൻസൈറ്റ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട് അല്ലേ, ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് വിഷൻ കിട്ടും, ഒരു ഇഷ്ടംപോലെ സാധനം. ഇതിൻ്റെ അകത്ത് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നമ്മുടെ ഒരു ഇൻഡ്യൂഷൻ അനുസരിച്ച് ആദ്യം നമ്മൾ ചെയ്യുന്ന മൊത്തം നമ്മൾ കവർ ചെയ്യും. രണ്ടാമത് നമ്മുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് കുറച്ച് ടോപ്പിക്സ് നമ്മൾ സെലക്ട് ചെയ്യും. ഈ ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത് എതിരഭിപ്രായമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിക്കും. പക്ഷേ ഒരു ടോപ്പിക്ക് നമ്മൾ എടുത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒരു മാസം ഒരു 30-40 ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് വരും. 30-40 ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് അത് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സേ ഫോർ എക്സാമ്പിൾ ഒരു സ്കീമിനെ കുറിച്ചാണ് അവിടെ ചോദ്യം വരുന്നത്. ഒരു സ്കീം പഠിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്കീമാണ്, നമുക്കറിയാം ഇപ്പോൾ ഇഷ്ടംപോലെ യോജനകളോ അതും ഒരു സ്കീമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഈ സ്കീമാണ്. ഇതിനൊരു ബൈ കൺസെപ്റ്റ് ഉണ്ട്. ബൈ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ശ്രദ്ധിക്കുന്നത് ഈ സ്കീമിന്റെ 1-2 സെന്റൻസ് പറഞ്ഞിട്ട് അതിന് താഴെ നമ്മൾ കൊടുക്കുമ്പോൾ ദിസ് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ NIC, നാഷണൽ ഇൻഫർമാറ്റിക് സെന്റർ, ഗവൺമെന്റിന്റെ ടെക്നോളജി ഉണ്ടാക്കുന്ന ആളാണ്. ഇങ്ങനെ ബൈ ടോപ്പിക് വരും. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ മെയിൻ ടോപ്പിക്ക് വളരെ ഫോക്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസിയെ കുറിച്ച് കൂടെ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴത്തെ ട്രെൻഡുകളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ആ സബ് ടോപ്പിക്കിലിട്ടാണ് അവർ ചോദിക്കുന്നത്. കാരണം UPSCക്ക് അറിയാം ഈ സ്കീമിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും, ഇത് നടപ്പിലാക്കുന്ന ഇനി ആളാണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ അവർ മിക്കവാറും ചോദിക്കുന്നത് ആ ഏജൻസിയുടെ സ്റ്റാറ്റസ് ഓട്ടോണമസ് ആണ്, ഗവൺമെന്റ് ആണ്, ഏത് മിനിസ്റ്റർ, ഇതൊക്കെ ആയിരിക്കും അതൊരു ട്രെൻഡാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പേഴ്സ് പഠിക്കുന്ന ഏതൊരു സ്കീമോ എന്തൊരു പുതിയ ന്യൂസ് പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസിയുടെ സ്റ്റാറ്റസ് അതുമായിട്ടുള്ള ഡീറ്റെയിൽ. പിന്നെ എല്ലാ അക്കാഡമികളും ശ്രദ്ധിച്ചാൽ മതി. പല അക്കാഡമികളിൽ നമ്മൾ അക്കാഡമിക് മുമ്പത്തെ അക്കാഡമികൾ ഈ കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് കൊടുക്കും. ഹൈയസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട്, ഹൈയസ്റ്റ് ഓഫ് ദി ഹൈ സ്റ്റാൻഡേർഡിലാണ് ക്വസ്റ്റ്യൻസ്. ആൻഡ് നിങ്ങൾ പോയി പരീക്ഷ ചെയ്തിട്ട് പറയും ഇവരിട്ട് ഒരു ചോദ്യം പോലും വന്നില്ല. ശരിയാണ്, അവർ ഏറ്റവും ഹയർ ആണ് ഇടുന്നത്. അപ്പം അവരിട്ട് ചോദ്യങ്ങൾ വരുന്നവരാണ്. അവർ ചോദിച്ചിരിക്കുന്നത് ബൈ കൺസെപ്റ്റിലുള്ള സെക്കൻഡ് ലെയർ ഇതിലാണ് UPSC. UPSCയെ കുറിച്ച് എല്ലാവരും പറയുന്ന ഒരിക്കലും ആൻസർ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ തന്നെയാണ് UPSCയുടെ ആഗ്രഹം. പക്ഷെ നമ്മൾ പഠിക്കുന്ന രീതിയിൽ കുഴപ്പമില്ല. ഇവിടെ ചോദ്യം ഇതൊന്നും അല്ലായിരുന്നു. ചോദ്യം എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എത്രമാത്രം ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UPSCയുടെ മെയിൻസിലേക്ക് പോകുമ്പോൾ കറണ്ട് അഫയേഴ്സ് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഹിന്ദു വായിക്കുന്നതിനെ കുറിച്ച്
എനിക്ക് തോന്നുന്നു ഹിന്ദു വായിക്കുന്നതിനെ കുറിച്ച് ചോദിച്ച ആളെന്ന് പറയുന്നത് ഇച്ചിരി ഓൾറെഡി ഒന്ന് പോയ ഒരാളായിരിക്കണം. ഹിന്ദു എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നൊക്കെ പറയും. അപ്പോൾ എന്താ കുഴപ്പമെന്ന് ഇതിൻ്റെ ലാംഗ്വേജ് ഭയങ്കര കട്ടിയാണ്. ഹിന്ദു ഒന്നും വായിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഓൺലൈനിൻ്റെ അകത്ത് എല്ലാ ന്യൂസ് പേപ്പറിൽ നിന്നുമുള്ള കോമ്പിനേഷനാണ് ഓൺലൈൻ സൈറ്റിൽ കൊടുക്കുന്നത്. ഇത് വായിക്കാൻ ഒന്നും നിർബന്ധമില്ല, വായിച്ചാൽ മതി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊളിറ്റിക്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കുന്ന ഒത്തിരി പുസ്തകമുണ്ട്. ഉദാഹരണത്തിന് DD ബെസ്റ്റിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയും. അതുപോലെ തന്നെ ലക്ഷ്മിയാണ്, നമ്മൾ സാധാരണ ലക്ഷ്മിയാണ് പഠിച്ചാൽ മതി. DD ബെസ്റ്റ് പോലത്തെ ലാംഗ്വേജ് ഭയങ്കര കട്ടിയാണ്, പക്ഷെ അത് പഠിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും പറ്റത്തില്ല. DD ബെസ്റ്റ് വായിക്കുന്നത് മറ്റേതും ഇവിടെ വായിക്കും, DD ബെസ്റ്റ് തന്നെയായിട്ട് വായിക്കും. അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹിന്ദു വായിക്കണമെങ്കിൽ നിങ്ങൾ വായിക്കും, പക്ഷെ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ കമ്പയർ ചെയ്തിട്ട് കുറച്ച് ഇൻസൈറ്റ് കിട്ടാറുണ്ടെന്നുള്ള കാര്യങ്ങളും മറക്കരുത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പീക്കിംഗ് സർ അങ്ങനെ ഇംപ്രൂവ് ചെയ്യും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതിൻ്റെ അകത്ത് എനിക്കൊരു കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്കൊരു വളരെ ഇമ്പോർട്ടൻ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ബയാസ്ഡ് ആയിരുന്നു. എൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒരു 6ാം ക്ലാസ് തൊട്ട് പഠിച്ചത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം, നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് അല്ല അവിടെ നടക്കുന്നത്, അതുമാത്രമുള്ള അതിൻ്റെ ഒരു ആൻസർ. നിങ്ങൾക്കുള്ള ഇപ്പോഴുള്ള ഇംഗ്ലീഷ് ഡിഗ്രിക്കൊക്കെ ഇംഗ്ലീഷിലായിട്ട് എഴുതുന്നതൊക്കെ അത്ര കൂടുതൽ ഇംഗ്ലീഷൊന്നുമില്ല. പിന്നെ ഓക്കെ കറണ്ട് അഫയേഴ്സ് എഴുതുന്നത് നോർമലി നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു കോമൺ സെൻസ് അനുസരിച്ച് പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒക്ടോബറിലാണ് എക്സാം നടക്കുന്നത്. അപ്പം നമ്മൾ അവർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ പ്രിന്റ് ചെയ്ത് ഇത് ചെയ്യാൻ വേണ്ടി 1 മാസം മുമ്പ് കൊടുക്കണ്ടേ. അപ്പം നമ്മളൊരു 1 മന്ത് വിട്ടിട്ട് 2 മന്ത്സ് ഓൾമോസ്റ്റ് വിടും. അതാണ് നമ്മൾ ചെയ്യുന്നത്. സാർ നമുക്ക് ഏതായാലും ഇപ്പോൾ ഒക്ടോബറിൽ എക്സാം നടക്കുന്നതിന് സെപ്റ്റംബറിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ ചെയ്യത്തില്ല. അപ്പം ആ ഒരു ക്രൈറ്റീരിയ ഇതിലൊക്കെ എന്താ പറയുന്നത്, ഇതൊന്നും ഒരു കട്ടാൻവായിട്ട് സാധനങ്ങളല്ല. ഇതൊക്കെ നമ്മളൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. നിങ്ങളാണ് ഒരു എക്സാം നടത്തുന്നത്, ഒരു മാസ് സ്കെയിലിൽ എക്സാം നടത്തുന്നത്. എല്ലാ രാജ്യത്തിലും എല്ലായിടത്തും ക്വസ്റ്റ്യൻസ് എടുക്കണം. ഇന്ന പ്രാവശ്യം നിങ്ങൾക്ക് എത്ര മാസം ഈ ഒക്ടോബർ 1-ാം തീയതി 4-ാം തീയതി നടക്കുന്ന എക്സാമിന് എല്ലായിടത്തും എത്ര സമയം വേണം പ്രിന്റിങ് ചെയ്ത് കമ്പയർ ചെയ്യണം, പ്രിന്റ് ചെയ്യണം. അതനുസരിച്ച് ആ ഒരു മന്ത് തമ്മിൽ 1 മാസം കൂടെ മുന്നോട്ട് എന്ത് ചെയ്യും. പക്ഷെ അത് പഠിക്കുന്നത് കുഴപ്പമില്ല, മെയിൻസ് എത്താൻ നമ്മൾ എഴുതുന്ന മെയിൻസ് കൂടെ എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഫൈനൽ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതല്ല ചോദ്യം. ഫൈനൽ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. അല്ല അത് ഇത്ര ഉള്ളൂ. അതിൻ്റെ അകത്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ 3 സ്റ്റേജാണ് എക്സാം എന്ന് പറഞ്ഞു. 3 സ്റ്റേജ് എക്സാമിൽ പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫൈങ് മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 9 ലക്ഷം പേര് ആ പരീക്ഷ എഴുതുകയാണെങ്കിൽ നമുക്കാകെയുള്ള ഫൈനൽ ഒരു വർഷത്തെ വേക്കൻസി 1000 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രിലിംസിനൊരു കട്ട് ഓഫ് ഇത്ര മാർക്ക് കിട്ടുന്നവർ, പേപ്പർ 1 പേപ്പർ 2 ഇത്ര മാർക്ക് കിട്ടുന്നവർക്ക് ക്ലിയർ ചെയ്യുന്നവർക്ക് ഇത് കിട്ടും. അതൊരിക്കലും നമ്മുടെ ഫൈനൽ സെലക്ഷൻ ബാധകമാണ്. മെയിൻസ് എഴുതുന്നോ വേണ്ടിയെന്ന് മാത്രമേ ആ പ്രിലിംസിൻ്റെ മാർക്കിന് ബാധകമായിട്ടുള്ളൂ. പക്ഷേ ഫൈനൽ സെലക്ഷന് ബാധകമായിട്ടുള്ള മെയിൻ്റെ മാർക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും ബാധകം. അത് രണ്ടും കൂട്ടിയിട്ടാണ് മെയിൻ പരീക്ഷയുടെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൂട്ടിയിട്ടാണ് ഫൈനൽ സെലക്ഷൻ കിട്ടുന്നത്. പ്രിലിംസിന് അതിൻ്റെ അകത്ത് ഒരു മാർക്ക് അഡീഷൻ അതിൻ്റെ അകത്ത് ഇല്ല. ഓക്കെ, ഞാനൊരു +2 സ്റ്റുഡൻ്റാണ്. പണ്ട് മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ +2 സ്റ്റുഡൻ്റാണ്. തമാശ പറഞ്ഞത് നമ്മൾ സംഭവത്തിലുള്ളത് നമ്മൾ +2 ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ തൽക്കാലം +2 ഒക്കെ എൻജോയ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് വായിക്കുക, കുറേ പത്രങ്ങളൊക്കെ വായിക്കുക, ഒരു വായനാശീലം ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മൾ പറയുന്നോട്ട് ടൈംലികളെ ഉപദ്രവിക്കരുത്, അവർ പറഞ്ഞോട്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന കാര്യത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. +2 എപ്പോഴാണ് വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ചെയ്യുന്നൊരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. ഇതൊക്കെ തലയിൽ കയറ്റി വെച്ചിട്ട്
സാധനം നമ്മളൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടിന് അങ്ങനെ ഒരു സാധനം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് റിയലി അത് വേണം, ഇതിന് പോകണം, വേണ്ടി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കൂട്ടുള്ള അവസ്ഥയിൽ നിങ്ങൾ എക്കാലത്തും ഒരു ആസ്പിരൻ്റായിട്ട് തുടരണം, നമുക്ക് പാടില്ല. അതുകൊണ്ട് സ്ലോ സൈലൻ്റായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ചെയ്താൽ പഠിക്കുക. അതിന് ഇതൊന്നുമില്ല, എളുപ്പ കഴിവുകളൊന്നുമില്ല. മാത്സ് പേപ്പറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. മാത്സ് പേപ്പർ എന്ന് പറയുന്നത് എനിക്കത് അതിനെക്കുറിച്ച് ഒരു സോർട്ടായിട്ടൊരു എന്താ പറയുന്നത്, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് മാത്സ് പേപ്പർ നമ്മൾ എഴുതുമ്പോൾ സ്കോറിനൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ അത് കോമ്പറ്റീഷൻ ലെവൽ എവിടെയാണെന്ന് നിങ്ങളൊന്ന് നോക്കണം. കേരളത്തിൽ മാത്സ് എടുത്തിട്ട് ചെയ്ത ആൾക്കാരെ ആരെയും എടുത്തില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ മാത്സ് എടുത്തിട്ട് ഓപ്ഷൻ ആയിട്ട് വരുമെന്ന് എനിക്ക് അറിയത്തേയില്ല. പക്ഷെ അതിൻ്റെ കോമ്പറ്റീഷൻ ഈ പറഞ്ഞുകൊണ്ട് 80 ആൾക്കാരുമായിട്ടായി അത് ടഫാണ്. മാത്സ് ഓപ്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ഓപ്ഷനും എടുത്ത് നിങ്ങൾക്ക് പാസ്സാകാനുള്ള സാധ്യതയുണ്ട്. NCERT എപ്പം വേണമെങ്കിലും തൊട്ട് വായിക്കാൻ കേട്ടോ, ആർക്കും കുഴപ്പമില്ല, ഏത് പ്രായക്കാർക്കും വായിക്കാനാണ് NCERT. മെഡിക്കൽ ടെസ്റ്റ് ഒരു ഡൗട്ടുണ്ട് സാർ, മെഡിക്കൽ ടെസ്റ്റ് എപ്പോഴും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ്? മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ കുറേ കഴിഞ്ഞിട്ടല്ലേ, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇൻ്റർവ്യൂവിന് കുറേ പ്രിലിംസ് പാസ്, മെയിൻസ് പാസ്, ഇൻ്റർവ്യൂവിൻ്റെ വ്യത്യാസമാണ് ഫിസിക്കൽ നടക്കുന്നത്. ഒരു ദിവസത്തെ പണിയാണ്. പരാജയപ്പെടുത്തും, സാധാരണ രീതിയിൽ ആരും പരാജയപ്പെടുത്തില്ല, രക്ഷപ്പെടും. ഹൈറ്റ്, വെയിറ്റ്, ഷുഗർ, കൊളസ്ട്രോൾ, ചെവി കേൾക്കാവോ, കണ്ണ് കാണാമോ, കുറച്ചേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ചെയ്യും നമുക്ക്. ഞാനൊക്കെ എപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഇതിന് പോയപ്പോഴത്തേന് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് എടുക്കുമ്പോഴത്തേന് എൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ ഏതാണ്ട് കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞവർ എന്നെ കൊണ്ട് ആദ്യം എക്സ്റേ എടുത്തു, പിന്നെ MRI ചെയ്തു, CT സ്കാൻ ചെയ്തു. അവിടെ ലോകത്തിലൂടെ എല്ലാ ടെസ്റ്റ് ചെയ്തിട്ട് അവസാനമാണ് അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. ഞാൻ വളരെ സംഭവിച്ചാൽ പറഞ്ഞാണ് അതിന് എക്സാമായിട്ട് പ്രിഫറൻസ് ചെയ്ത്. IPS ഫിസിക്കൽ ടെസ്റ്റാണ്. IPS ഫിസിക്കൽ ടെസ്റ്റ് ടഫാണ്. IPS സർവീസിന് എനിക്കറിയാം, അതൊരു IPSകാരനോട് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ IPS ജനറൽ ടെസ്റ്റ് നടത്തും. ജനറൽ ടെസ്റ്റിനകത്ത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ സർവീസ് ആയതുകൊണ്ട് കണ്ണൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കളർ ബ്ലൈൻഡ്നെസ് ഒന്നും പാടില്ല, നിശ്ചിത ഹൈറ്റൊക്കെ കാണും. പിന്നെ അവർ അക്കാഡമിയിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെ പറഞ്ഞു വിടാനൊക്കെ സാധ്യതയുണ്ട്. അതാണ് IPS സർവീസിൻ്റെ ഒരു കുഴപ്പം. സർവീസ് കയറി കഴിഞ്ഞിട്ട് പുറത്താകാനുള്ള സാധ്യത ഉള്ള സർവീസാണ് IPS. ബാക്കിയുള്ളതിൽ നിന്ന് പുറത്താകത്തില്ല. നോർമലി CSAT പ്രിപ്പറേഷനെ കുറിച്ച് പറയാം സർ. CSAT സെക്കൻഡ് പേപ്പർ കേരളത്തിലാരും ആത്മാർത്ഥമായിട്ട് അതിന് പ്രിപ്പയർ ചെയ്യാറില്ല. കാരണം കയറും, അത് ക്വാളിഫൈങ് അല്ലേ, 33%. പക്ഷെ നമ്മൾ ഈ ക്വാളിഫൈങ് പേപ്പർ ആ ഒരു 33% ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. എടുത്ത് നോക്കിയിട്ട് കുറച്ച് നോൺ ടേക്ക് മീ റോങ് ഫോർ ബീങ് ബ്ലൻഡ്, ആ ഒരു 33% കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മൾ അതിന് ശ്രമിക്കാതിരിക്കില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഇന്ന് വരെ ആരും അതിന് ഫെയിൽ ആയിട്ടുള്ള ചരിത്രമില്ല. ഞാനൊരിക്കൽ ഫെയിൽ ആയിട്ടുണ്ട്. സോ നോർമലി നിങ്ങൾക്ക് പ്രിപ്പറേഷൻ വേണ്ടി വരും. നിങ്ങൾക്ക് നോർമലി പ്രിപ്പറേഷൻ വേണ്ടി വരും. നിങ്ങൾ പാസ്സാവും. ഫോറിൻ സർവീസിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഫോറിൻ സർവീസ് എന്ന് പറയുന്നത് വളരെ ഗ്ലാമറുള്ള സർവീസാണെന്ന് പറയുന്നത്. നിങ്ങളുടെ പോസ്റ്റിംഗ് ഒക്കെ വെളിയിലായിരിക്കാം. ഫസ്റ്റ് ഇത് നിങ്ങൾക്ക് 3rd സെക്രട്ടറി ആയിട്ടാണ് ഫസ്റ്റ് പോസ്റ്റിംഗ്. കുറച്ച് രാജ്യങ്ങൾ കാണാത്തത് അതിൽ കൂടുതൽ എനിക്ക് ഷാർപ്പായിട്ട് അപ്ലൈ ചെയ്യുന്ന നോട്ടം ചെയ്ത് നോക്കി. പിന്നെ കാണാൻ പറഞ്ഞോളാം, കാരണം അത് എനിക്ക് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഞാനീ പറയുന്നതല്ല ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഫോറിൻ സർവീസിനെ കുറിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ സാധ്യതകൾ എന്താണെന്നാണെന്ന് എനിക്ക് എത്ര പറയാൻ പറ്റുന്നില്ല. ചാൻസ് ഇല്ല. IPS കയറിയാലും പുറത്താക്കുമെന്ന് പറഞ്ഞത്, ഞാൻ എല്ലാവരെയും പുറത്താക്കുമെന്നല്ല പറഞ്ഞത്. ഇതാണ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം ഒക്കെ ഉണ്ട് IPSനൊക്കെ. അപ്പോൾ അവർ ആ ടെസ്റ്റുകളൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കും. ആ ടെസ്റ്റുകളൊന്നും ആദ്യം എടുക്കും, രണ്ടാമത് അവർ എന്താ പറയുന്നത് പിന്നെ പ്രത്യേക പെർമിഷൻ വിളിച്ച് രണ്ടാമത് എഴുതിപ്പിക്കും. എനിക്ക് മൂന്നാമതും ചാൻസ് എടുത്തിട്ടുണ്ട്. ഭയങ്കര ടഫാണ്. ഈ ലീനിയൻസി ഒന്നും ഇല്ല ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ടാണ് അത് പിന്നെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. ഞാൻ എക്സാമൊക്കെ പാസ്സാകും. ഞാനൊക്കെ എടുത്ത സർവീസിലൊക്കെ ഞാനൊരു
5 തവണയൊക്കെ എഴുതിയാണ്. 4ാം തവണ എഴുതിയാണ് ഞാൻ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തത്. 2ാമത്തെ എഴുതി അത് 2 വർഷം നീണ്ടു നിൽക്കുന്നത്. ഞങ്ങളെ ആരും പുറത്താക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ബാക്കിയുള്ള സർവീസിനുള്ള പ്രിവിലേജ് ഇല്ലെന്നാണ് ഞാൻ IPSനെ കുറിച്ച് പറഞ്ഞ് പുറത്താക്കുന്നത്. നാളെ ജോലി ചെന്നിട്ട് പറഞ്ഞേക്കുന്നത് സാർ ക്ലാസ് എടുത്ത് പിന്നെ IPS ഞാൻ ചെയ്തിട്ട് അവർക്ക് ചെയ്തിട്ട് എന്നെ പുറത്താക്കും. നമുക്ക് സുഹൃത്തുക്കളോട് അവരെ കൂടെ ഓടിക്കും. അങ്ങനെയൊന്നും വിളിച്ചെന്ന് പറയരുത്. ഞാൻ പറഞ്ഞത് അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ല. അതൊക്കെ എന്ന് പറയാൻ നിങ്ങൾ ആദ്യം നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മളിപ്പം എന്താ പറയുക പ്രിൻസ് പോലും എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ മെയിൻസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു തരാതെ നല്ലൊരു ഇതെടുക്കും, നല്ലൊരു എന്താ പറയുക ഐഡിയ. വൈഡ് സിലബസാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറയാം, ഞാൻ ഹിസ്റ്ററി എടുത്തിട്ടുണ്ട്, ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ വളരെ നന്നായിട്ട് പരാജയപ്പെട്ടതാണ് ഹിസ്റ്ററി ഓപ്ഷൻ എടുത്തിട്ട്. പക്ഷേ ഹിസ്റ്ററി പിന്നെ നമുക്ക് തന്നെ പഠിക്കാനൊക്കെ എളുപ്പമാണ്, നോട്ട്സൊക്കെ കിട്ടും, സംഭവമൊക്കെ കിട്ടും. പക്ഷെ കറക്ഷൻ ചെയ്തിട്ട് ഇങ്ങനെയാണോ ആൻസർ ചെയ്യേണ്ടതെന്നുള്ള കറക്ഷനൊന്നും കിട്ടാൻ ആൾക്കാർ സാധ്യത. ഓക്കെ, അപ്പം ഇനിയുള്ള ഡൗട്ടുകൾ ഏത് സാധനമാണെങ്കിലും അക്കാഡമിയിലേക്ക് ഇത് ചെയ്യുക. അവരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സമയമൊക്കെ വളരെ അതിക്രമിച്ചിരിക്കുന്നു. കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള അക്കാഡമി നിങ്ങൾ ബാക്കിയുള്ള എല്ലാവർക്കും ഡൗട്ട് ഇതിനകത്ത് വിട്ടുപോയതുണ്ട്. നിങ്ങൾ പറയുന്നത് ഈ റെഡ് എഫ്എമ്മിലൊക്കെ പറയുന്നത് അടുത്ത പ്രാവശ്യം നമുക്കത് വീണ്ടും എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യാമെന്നാണ്. നമ്മുടെ വന്നിരുന്ന കോഴ്സിനൊക്കെ അവർ അറ്റൻഡ് ചെയ്യാതെ പോയിട്ടുണ്ട്. പറയാനില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് പൂർണ്ണമായിട്ട് നാളെ ട്രോളൊന്നും വിട്ടരുത്. ഇങ്ങനെ ഇത്രയും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ വളരെ എന്താ പറയുന്നത് വളരെ ആവിഷ്കാര സാന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യും. ഞാൻ പണ്ട് വേറൊരു സ്ഥലത്താണ്, അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ ഇപ്പം എനിക്ക് കുറച്ച് 5-6 ആൾക്കാരെ അറിയാം. അതുകൊണ്ട് അവർക്കെന്നെ അറിയാം. പ്രത്യേകിച്ച് ഇടുന്നത് ശ്രദ്ധിക്കും. ഞാൻ പിന്നെ ഫേസ്ബുക്കൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എന്നാൽ പോലും ആൾക്കാർ നമ്മളെ നോക്കി ചിരിക്കുന്നതൊന്നും നമുക്ക് അറിയാൻ പറ്റാതെ. അതുകൊണ്ട് ഇതിൻ്റെ ചില കോൺട്രറി ടു യുവർ പോപ്പുലർ ഐഡിയ, നിങ്ങൾക്ക് കുറേയധികം പോപ്പുലറായിട്ടുള്ള ഒരു ഐഡിയാസ് ഉണ്ടായിരുന്നു. അപ്പം അതിന് വിപരീതമായിട്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊരു വ്യക്തികൾക്കെതിരെയൊന്നുമല്ല. കാരണം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ മിത്തുകളിലൊന്നും വിശ്വസിക്കരുത്. ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. നാളെ ഈ പറഞ്ഞത് നിങ്ങളാരെങ്കിലും ചെന്ന് പറഞ്ഞ് നാളെ എനിക്ക് ഇവരെന്നോട് പറയുന്നതായിരിക്കും. പരമാവധി നമ്മളുടെ ഒരു അക്കാഡമിക് പർപ്പസിന് മോട്ടിവേഷണൽ പർപ്പസിന് ഉപയോഗിക്കാം. ഇത്രയും പറയുന്നതുകൊണ്ട് ഞാൻ ഉപദേശം നിർത്തുകയാണ്. കാരണം ഇനി ഇത്രയും കേട്ടിട്ട് ഇനി മോട്ടിവേറ്റഡ് ആയിട്ടില്ലെങ്കിൽ ഇത് ചെയ്യാനൊന്നും പറ്റില്ല. താങ്ക് യു. നമ്മുടെ ഈ ഡ്രീം ടു IAS വെബിനാറിൽ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മോട് സഹകരിച്ച ശ്രീ വിജയ് സാറിന് സമ്മിറ്റ് IAS അക്കാഡമിയുടെ എല്ലാവിധ നന്ദികളും അറിയിക്കുന്നു. ഇതിനേക്കാളെല്ലാം ഉപരിയായി ഈ ഒരു വെബിനാറിൽ സിവിൽ സർവീസിൻ്റെ ഒരു മോഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വന്ന് എല്ലാ വിധത്തിലുള്ള ക്ലാസ്സുകളും കേട്ടുകൊണ്ട് ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്മിറ്റ് IAS അക്കാഡമിയുടെ പേരിൽ എല്ലാവിധ നന്ദികളും അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു.